ലിംഗസമത്വത്തിൽ പുതിയ കണ്ടുപിടുത്തങ്ങളുടെയും സാങ്കേതിക വിദ്യയുടെയും സ്ഥാനം എന്ന ഈ വർഷത്തെ അന്താരാഷ്ട്ര വനിതാ ദിന സന്ദേശത്തെ ആദരിച്ചുകൊണ്ട് NSS കോളേജ് പന്തളം വിമൻ സ്റ്റഡി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന വെബിനാർ രേഖാ മേനോനുമായി ഒരു ഒത്തുചേരൽ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈശ്വര പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം. ഈശ്വര പ്രാർത്ഥനയ്ക്കും ആചാര്യ അനുസ്മരണത്തിനുമായി 3ാം വർഷ ഇംഗ്ലീഷ് ബിരുദ വിദ്യാർത്ഥിനി കുമാരി വിഷ്ണുപ്രിയയെ ക്ഷണിച്ചുകൊള്ളുന്നു. വിഷ്ണുപ്രിയ, പ്ലീസ്. ദൈവമേ വാഴ്ത്തുന്നു നിത്യം എന്നെന്നും ഞങ്ങളെ കാക്കുന്ന ദൈവമേ നീ തന്നെയുലകേ സത്യം നാമം വാഴ്ത്തുന്നു നിത്യം സ്തുതിക്കുന്നു നിത്യം. ആചാരനിസ്മരണം. വന്ദേഹമാചാര്യ 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 ശുഭനായക അണയാത്ത ദീപമായി നിന്നും ഞങ്ങൾക്ക് അണിചേർന്നുയർച്ചതൻ പടികേറിയെത്തുവാൻ കനിയണമേ നിത്യം കരുണാനിധേ കനിയണമേ നിത്യം കരുണാനിധേ. താങ്ക് യു വിഷ്ണുപ്രിയ. നമുക്ക് പരിപാടിയിലേക്ക് കടക്കാം. സ്വാഗതം ആശംസിക്കുന്നതിനായി വിമൻ സ്റ്റഡി യൂണിറ്റിന്റെ കോർഡിനേറ്ററും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹിന്ദി അസിസ്റ്റന്റ് പ്രൊഫസറും ആയ ഡോക്ടർ അമ്പിളി മാഡത്തെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു അഭിരാമി. എല്ലാവർക്കും നമസ്കാരം. അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ ഭാഗമായി പന്തളം NSS കോളേജിലെ വിമൻ സ്റ്റഡി യൂണിറ്റിന്റെയും IPSCയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഈ വെബിനാറിൽ സ്വാഗതം ആശംസിക്കുക എന്ന കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ഈ പരിപാടിയുടെ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് നമ്മുടെ പന്തളം NSS കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് ബഹുമാന്യനായ പ്രൊഫസർ ഡോക്ടർ KG പത്മകുമാരൻ നായർ സാറാണ്. ഒരംഗത്തിന്റെയും ആവശ്യമില്ല. സാർ കോളേജിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിക്കുകയാണ്. നമ്മുടെ എല്ലാ പരിപാടികൾക്കും പരിപൂർണമായ പിന്തുണയും പ്രോത്സാഹനവും സാറിൽ നിന്നും ലഭിക്കുന്നുണ്ട്. അപ്പൊ സാറിനെ ഈ പരിപാടിയിലേക്ക് നമ്മുടെ എല്ലാവരുടെയും പേരിൽ സ്നേഹാദരപൂർവ്വം ഞാൻ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. സ്വാഗതം സർ. ഇനി നമ്മുടെ ഇന്നത്തെ വെബിനാറിന് നമ്മൾ പേരിട്ടിരിക്കുന്നത് രേഖാ മേനോനുമായി ഒരു ഒത്തുചേരൽ എന്നാണ്. അതായത് ഈ പരിപാടിയുടെ ചീഫ് ഗസ്റ്റ് നമുക്ക് എല്ലാവർക്കും സുപരിചിതയാണ്, പ്രിയങ്കരിയാണ്. അത് മറ്റാരുമല്ല, പ്രമുഖ ടെലിവിഷൻ അവതാരകയും മീഡിയ പേഴ്സണാലിറ്റിയുമായ ശ്രീമതി രേഖാ മേനോനാണ്. ഫാമിലി ടെലിക്വിസ് എന്ന ഒരു പ്രോഗ്രാമിലൂടെയാണ് രേഖാ മേനോൻ പ്രേക്ഷകരുടെ മനം കവർന്നത്. അവതാരക മാത്രമല്ല, സഞ്ചാരിയായും മാർക്കറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എക്സ്പേർട്ടായും ഒക്കെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച ഒരു വ്യക്തിത്വത്തിന് ഉടമ കൂടിയാണ് രേഖാ മേനോൻ മാം. ചടുലമായ സംഭാഷണ ശൈലിയും പ്രസന്നമായ അവതരണ മികവുമാണ് രേഖാ മേനോനെ മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിർത്തുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി മാധ്യമരംഗത്ത് സ്ത്രീ സാന്നിധ്യം പൊതുവെ കുറവായിരുന്ന ഒരു കാലഘട്ടം മുതൽ ഇന്നിതേ വരെ ഈ രംഗത്ത് തന്റെ സജീവമായിട്ടുള്ള സ്ത്രീ സാന്നിധ്യം ഉറപ്പിക്കുന്ന നമ്മുടെ വിശിഷ്ടാതിഥി രേഖാ മേനോനെ അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഈ വെബിനാറിലേക്ക് ഏറെ അഭിമാനത്തോടെ ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. എല്ലാവരുടെ പേരിലും സ്വാഗതം. താങ്ക് യു. ഇനി അടുത്തതായി നമ്മുടെ WSUവിന്റെ കൺവീനർ, ഇംഗ്ലീഷ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായിട്ടുള്ള ഡോക്ടർ സീത വിജയകുമാർ ടീച്ചറിനാണ് ഞാൻ സ്വാഗതം ആശംസിക്കുന്നത്. സീത ടീച്ചർക്ക് പ്രത്യേകിച്ച് എനിക്ക് ഔപചാരികമായിട്ടൊരു സ്വാഗതം ആശംസിക്കേണ്ട കാര്യമില്ല. എങ്കിലും ഈ പരിപാടി എന്ന് മാത്രമല്ല, WSUവിന് വേണ്ടിയിട്ട് ഒരുപാട് പരിപാടികൾ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി അക്ഷീണം പരിശ്രമിക്കുന്ന ഒരു വ്യക്തിത്വമാണ് സീത ടീച്ചർ. കോളേജിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട്. അപ്പോ ഇന്നത്തെ ഈ ഒരു പരിപാടി സീത ടീച്ചറിന്റെ പരിശ്രമം കൊണ്ടാണ് ഇന്നിവിടെ സഫലമാകുന്നത്. അപ്പോ പ്രിയപ്പെട്ട സീത ടീച്ചറിനെ
നമ്മുടെ എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി IQAC കോർഡിനേറ്റർ ഡോക്ടർ ജോൾസ്ന ടീച്ചർ. IQAC നമ്മുടെ എല്ലാ പരിപാടികൾക്കും നമുക്ക് കരുത്തും ആർജവും പകർന്നു തരുന്ന നമ്മുടെ പ്രിയങ്കരിയായിട്ടുള്ള ജോൾസ്ന ടീച്ചറെയും ഞാൻ ഈ പരിപാടിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം ജോൾസ്ന ടീച്ചർ. ഇനി ഈ പരിപാടിക്ക് നന്ദി പ്രകാശിപ്പിക്കുന്നത് മലയാള വിഭാഗം അധ്യാപികയും WCയുടെ കോർഡിനേറ്ററുമായ ഡോക്ടർ അർച്ചന ഹരികുമാർ ടീച്ചറാണ്. പ്രിയപ്പെട്ട ടീച്ചറെ സന്തോഷം ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. സ്വാഗതം അർച്ചന ടീച്ചർ. ഇനി ഇവിടെ സന്നിഹിതരായിട്ടുള്ള ബഹുമാനപ്പെട്ട വകുപ്പ് മേധാവിമാരുണ്ട്, പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളുണ്ട്. ഏവരെയും ഞാൻ നമ്മുടെ ഓരോരുത്തരുടെ പേരിലും സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ നമ്മുടെ എല്ലാ വിജയം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളാണ്. അവരില്ലാതെ ഒന്നുമില്ല. അപ്പൊ നമ്മുടെ കോളേജിലെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികളെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം സന്തോഷം സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് വിദ്യാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. താങ്ക് യു മാം. ഈ അവസരത്തിൽ നമ്മളോട് രണ്ടു വാക്ക് സംസാരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ പത്മകുമാരൻ നായർ സാറിനെ അത്യാദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. സർ മൈക്ക് ഓഫ് ആണ്. നമ്മുടെ ഇന്നത്തെ വിശിഷ്ട അതിഥി ശ്രീമതി രേഖ മേനോൻ, WSCന്റെ കോർഡിനേറ്റർ സീത ടീച്ചർ, പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ, പ്രിയമുള്ള വിദ്യാർത്ഥിനികൾ, ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. WSCയുടെ പരിപാടിക്ക് അപ്പുറത്തേക്ക് ഒരു കാലത്ത് ഞാനൊക്കെ ഒരുപാട് ആരാധിച്ച ഒരു സെലിബ്രിറ്റി പങ്കെടുക്കുന്ന പരിപാടി എന്നുള്ള ഒരു വലിയ സന്തോഷം എനിക്കുണ്ട്. 1998 ഏഷ്യാനെറ്റിലെ FTQ തുടങ്ങുന്നത്, ആ പരിപാടി നടക്കുന്നത്, ഫാമിലി ടെലിക്വിസ്. ഞാനതിൻ്റെ ഒരു സ്ഥിരം പ്രേക്ഷകനായിരുന്നു. ഞാനൊരു ശാസ്ത്ര അധ്യാപകനും ശാസ്ത്ര വിദ്യാർത്ഥിയും ഒക്കെ ആണെങ്കിലും എനിക്ക് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ഈ ക്വിസും മറ്റു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ താല്പര്യമുള്ളതുകൊണ്ട് ഇങ്ങനെയുള്ള പരിപാടികൾ ഞാൻ കാണുമായിരുന്നു. അതില് കേൾക്കുന്നുണ്ടോ മാഡം കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഓക്കെ. അപ്പോ ഈ പ്രോഗ്രാം ഒക്കെ ഞാൻ അത് സ്ഥിരമായിട്ട് മാഡത്തിന്റെ ടെലിക്വിസ്, ഫാമിലി ടെലിക്വിസ് സ്ഥിരമായിട്ട് കാണുമായിരുന്നു 98 മുതൽ. അപ്പൊ ഞാൻ പലപ്പോഴും ഓർക്കുന്നത്, ഞാൻ അത് കണ്ടുകൊണ്ടിരുന്നിട്ട് ആൻസർ വിളിച്ചു പറയുമ്പോൾ എനിക്ക് മിക്കവാറും ഫസ്റ്റ് കിട്ടും. അപ്പൊ വൈഫിന്റെ അടുത്ത് കൂടെ ചോദിക്കാറുണ്ട്, എന്തുകൊണ്ട് നിങ്ങൾക്ക് ഈ പരിപാടിയിൽ പങ്കെടുത്തുകൂടാ, ഒരു പ്രാവശ്യം അയച്ചുകൂടെ എന്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ ഞാനത് എൻ്റെ ഒരു കോംപ്ലക്സ്, ഈ കോളേജ് അധ്യാപകനൊക്കെ ആയി ഇതിൽ പങ്കെടുക്കാനായിട്ട് ശ്രമിച്ചു. എന്തെങ്കിലും ഉത്തരം പറഞ്ഞില്ലെങ്കിൽ നാണക്കേടായി പോകുമല്ലോ എന്നുള്ളൊരു കൊണ്ടാണ് ഞാൻ പലപ്പോഴും അയക്കാതിരുന്നിട്ടുള്ളത്. പലപ്പോഴും എൻ്റെ വൈഫ് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മാഡത്തിന്റെ പരിപാടികൾ, അതേപോലെ ഈ അന്ന് വരെയുള്ള പ്രോഗ്രാമുകൾ വളരെ വ്യത്യസ്തമായിരുന്നു. സാധാരണ കാണുന്ന ഒരു ക്വിസ് പ്രോഗ്രാമിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട്, വളരെ കാഷ്വലായിട്ട്, വളരെ അനായാസമായിട്ട് ആൾക്കാരോട് സംസാരിക്കുകയും പലപ്പോഴും ആ ക്രൂവിനെ കൂടി, ആ പരിപാടിയിൽ പങ്കെടുക്കുന്ന ക്രൂവിനെ കൂടി ആ പരിപാടിയിൽ ഉൾപ്പെടുത്തുകയും അവരുടെ പാർട്ടിസിപ്പേഷൻ കൂടി ഉൾപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മളൊന്ന് വാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നീട് അതിന് ശേഷം മാഡത്തിന്റെ ട്രാവലോഗുകൾ, യാത്രകൾ, ഞാൻ സഞ്ചാരം ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അന്ന് നമ്മുടെ SDKയുടെ സഞ്ചാരം ഒന്നും കാര്യമായിട്ട് കണ്ടു തുടങ്ങിയിട്ടില്ല. അതായത് ഏഷ്യാനെറ്റിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ നമ്മളത് കണ്ടു തുടങ്ങിയിട്ട് കുറെ എപ്പിസോഡ് ആയതിനു ശേഷമാണ് അതൊക്കെ കണ്ടു തുടങ്ങിയത്. അതൊക്കെ അതിനു മുമ്പ് മാഡത്തിന്റെ ട്രാവലോഗുകൾ കുറെ അധികം കണ്ടിട്ടുണ്ട്. അതിനുശേഷം അതുപോലുള്ള മാഡത്തിന്റെ ഇന്റർവ്യൂകൾ, പിന്നെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇന്റർവ്യൂകളാണ്. എന്നിട്ട് നമ്മുടെ പ്രശസ്തരായ ആൾക്കാർ, സെലിബ്രിറ്റികൾ, മമ്മൂട്ടി, മോഹൻലാൽ, കമൽഹാസൻ, പിന്നെ മറ്റ് നടീനടന്മാർ, പ്രശസ്തരായ സെലിബ്രിറ്റികൾ, അതുപോലുള്ള ആൾക്കാരൊക്കെ ഇന്റർവ്യൂ ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു അതിസാഹസമാണ്. അങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലോ, അനായാസമായിട്ടുള്ള ഇന്റർവ്യൂ, ഇതെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇതെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു പരിപാടിയിൽ ശ്രീമതി രേഖാമേനോൻ പങ്കെടുക്കുന്ന ഈ പരിപാടിയിൽ എനിക്ക് പ്രിൻസിപ്പലിന്റെ ഞാൻ പ്രിൻസിപ്പലിന്റെ ചാർജിൽ അല്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റത്തില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ ഒരു കാലത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിച്ചിരുന്ന ഒരു സെലിബ്രിറ്റി, ഒരു ടെലിവിഷൻ സെലിബ്രിറ്റി പങ്കെടുക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചാൽ ഞാൻ അതീവ സന്തുഷ്ടനാണ്. അതോടൊപ്പം തന്നെ ഇന്ന് പ്രത്യേകിച്ച് ഇപ്രാവശ്യത്തെ വനിതാ ദിനത്തിന്റെ, അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ ഒരു തീം തന്നെ മീഡിയ രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകളുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അങ്ങനെ
ഈ പരിപാടിയിൽ നമുക്ക് ശ്രീമതി രേഖാമേനോനെ കിട്ടിയത് തന്നെ നമ്മുടെ ഒരു ഭാഗ്യമാണ്. അതിനുവേണ്ടി പ്രയത്നിച്ച നമ്മുടെ WSന്റെ കോർഡിനേറ്റർ സീത ടീച്ചറെ മറ്റുള്ളവരെയൊക്കെ ഞാൻ അഭിനന്ദിക്കുന്നു. മാഡത്തിനെ ഈ പരിപാടിയിലോട്ട് വ്യക്തിപരമായ പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഈ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. ഇന്നത്തെ നമ്മുടെ മുഖ്യ അതിഥിയായി എത്തിച്ചേർന്നിട്ടുള്ളത് സർ, എക്കോ കേൾക്കുന്നുണ്ട്. പത്മകുമാർ സർ, എക്കോ കേൾക്കുന്നു സാർ, മയക്കുന്നു. താങ്ക് യു സർ. ഇന്നത്തെ നമ്മുടെ മുഖ്യ അതിഥിയായി എത്തിച്ചേർന്നിട്ടുള്ളത് FTQ എന്ന പ്രോഗ്രാമിലൂടെ മലയാളികൾക്ക് ഏവർക്കും സുപരിചിതയായ അവതാരക രേഖാമേനോൻ മാഡമാണ്. അവതാരക, മാർക്കറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എക്സ്പേർട്ട് തുടങ്ങിയ വിവിധ മേഖലകളിൽ തിളങ്ങി നിൽക്കുന്ന വ്യക്തിത്വമാണ് രേഖ മാഡം. ഇന്ത്യ ടുഡേ മാഗസീന്റെ കേരള സംസ്ഥാനത്തെ മികച്ച 25 വനിതാ വിജയികളുടെ പട്ടികയിൽ മാഡം ഉൾപ്പെട്ടിട്ടുണ്ട്. കൂടാതെ മീഡിയ സ്റ്റഡീസിൽ ദ യൂണിവേഴ്സിറ്റി ഓഫ് ബ്രിട്ടീഷ് കൊളംബിയയിൽ വിസിറ്റിംഗ് സ്കോളർ കൂടിയാണ് മാഡം. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ഈ വെബിനാറിൽ നമ്മളോട് സംസാരിക്കുവാനായി രേഖ മാഡത്തെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. മാം, പ്ലീസ്. താങ്ക് യു സോ മച്ച്. ആദ്യം തന്നെ പത്മകുമാർ സർ എന്നെ ശരിക്കും പറഞ്ഞാൽ എന്റെ 10-25 കൊല്ലത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോയി താങ്കളുടെ ആ ഒരു ആമുഖത്തില്. ഈ കൊല്ലം സത്യം പറഞ്ഞാൽ എന്റെ 25 കൊല്ലം കംപ്ലീറ്റ് ചെയ്യാണ്. സോ സർ എന്നെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് കൊണ്ടുപോയി. ഐ എം സോ ഹാപ്പി ആൻഡ് താങ്ക് യു സോ മച്ച്. സീത ടീച്ചർ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഒരു മെസ്സേജ് വഴിയാണ്. അതാണ് നമ്മൾ ഇപ്പൊ പണ്ട് കാലത്താണെങ്കിൽ എത്രയോ കഷ്ടപ്പെടുമ്പോൾ ഒരാളിലേക്ക് എത്തിപ്പെടാൻ ഇപ്പൊ ഒരു മെയിലും ഒരു വിരൽ തുമ്പിൽ നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിൽ എത്തുന്നതാണ് ഏറ്റവും നല്ല കാര്യം. പിന്നെ പേഴ്സണലി പറയട്ടെ, എന്റെ അമ്മ ഒരു NSS കോളേജ് പ്രൊഫസർ ആയിരുന്നു. അതുകൊണ്ട് NSS എന്നുള്ള വാചകം എന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രാവശ്യം ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം കോളേജിലെ മിക്കവാറും ഫംഗ്ഷൻസ് ഞാൻ അമ്മയുടെ കൂടെ പോകാറുണ്ട്. അമ്മ വ്യാസ NSS കോളേജിലെ ബോട്ടണി പ്രൊഫസർ ആയിരുന്നു. അപ്പോൾ ഈ കോളേജിലെ മിക്കവാറും അതുകൊണ്ട് തന്നെ സീത ടീച്ചർ പറഞ്ഞപ്പോ ഞാൻ അമ്മയോട് ആദ്യം വിളിച്ച് പറഞ്ഞത്. അപ്പോ എനിക്ക് ഞാൻ സംസാരിക്കുകയായിരുന്നു വെച്ചെങ്കിൽ എന്റെ ഒരു ചെറിയൊരു 5 മിനിറ്റോളം എന്റെ ഒരു ലൈഫിൽ ചെറിയ കാര്യങ്ങൾ ഞാൻ പറയാം. പക്ഷെ ഐ റിയലി വാണ്ട് കുട്ടികൾ ക്വസ്റ്റ്യൻസ് ചോദിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ നമ്മൾ കൂടുതലായിട്ട് നമുക്ക് കാര്യങ്ങളിലേക്ക് നല്ല നല്ല ഓർമ്മകൾ നല്ല നല്ല ഇൻസൈറ്റ്സ് എനിക്ക് തരാൻ പറ്റും. കാരണം ഞാൻ ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ബോറടിക്കും. അതുകൊണ്ട് നമ്മൾ ഏകദേശം ഒരു കോൺവെർസേഷൻ മോഡിൽ നിൽക്കുകയായിരിക്കും നല്ലത്. അപ്പോൾ ഈ പറഞ്ഞ മാതിരി ചെറിയൊരു കാര്യം ഞാൻ പറയാം. അതായത് 1998 എന്റെ ടെലിവിഷനിലേക്ക് ഒരു കടന്നു വരവെന്ന് പറയുന്നത്, ഞാൻ ഇതുമാതിരി MSc എല്ലാം പഠിച്ചു കഴിഞ്ഞ് ഞാനൊരു എന്താ പറയാ സെൻട്രൽ ഗവൺമെന്റ് ജോലി. അപ്പൊ ഇത് ആദ്യത്തെ കാര്യങ്ങൾ പറയാം. അതായത് ഏഷ്യാനെറ്റിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരിക്കലും ടെലിവിഷനിലേക്ക് വരുന്ന പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് ടെലിവിഷനിലേക്ക് വരുന്ന ആഫ്റ്റർ ഒരു 3 കൊല്ലത്തിന് ശേഷമാണ് എന്റെ കല്യാണത്തിനൊക്കെ ശേഷം. അപ്പൊ അന്ന് എനിക്ക് സെൻട്രൽ ഗവൺമെന്റിലെ ജോലി ഉണ്ടായിരുന്നു. അത് രാജിവെച്ചു എന്നുള്ളതാണ് ഏറ്റവും എല്ലാവരും ഇപ്പോഴും എങ്ങനെയാണ് സെൻട്രൽ ഗവൺമെന്റ് ജോലി രാജിവെക്കാൻ തോന്നുന്നത്. പക്ഷെ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഇൻഡിവിജ്വാലിറ്റിയോ അല്ലെങ്കിൽ എന്റെ ഒരു എന്താ പറയാ കഴിവുകളെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നില്ല അവിടെ. അപ്പൊ ആ ഒരു ഇതിൽ ഞാൻ തീരുമാനിച്ചു. റിസർച്ച് സ്കോളർ ആയിട്ട് ഞാൻ രാജിവെച്ച അങ്ങനെ ഞാൻ പ്രൈവറ്റിൽ പോയി വർക്ക് ചെയ്യായിരുന്നു. അതുകൊണ്ട് തന്നെയായിരിക്കാം നമ്മൾ ചില സമയത്തുള്ള നിമിത്തം എന്നൊക്കെ പറയില്ലേ, അതുകൊണ്ട് തന്നെയാണ് അവിടുന്ന്. പക്ഷെ അന്നുണ്ടായിരുന്ന ഒരുപാട് നല്ല ഫ്രണ്ട്സ് ഇന്നും എനിക്ക് എന്റെ മീഡിയ സുഹൃത്തുക്കളാണ്. പക്ഷെ അവിടുന്നാണ് ഞാൻ ടെലിവിഷനിലേക്കുള്ള ഒരു അവതരണത്തിലേക്ക് വരുന്നത്. 2002 ശേഷം, അതായത് അതുവരെയായിരുന്നു ഞാൻ ടെലിവിഷൻ ക്വിസ് ചെയ്തത്. അപ്പൊ ഞാനിപ്പോ പറയാൻ പോകുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് റോഡ് ലെസ് ട്രാവൽഡ് ആണ്. അതായത് സാധാരണ സ്ത്രീകൾ പോകുന്ന വഴിയിൽ കൂടെ പോകാതെ അല്ലെങ്കിൽ സാധാരണ മനുഷ്യർ എടുക്കുന്ന പാതയിൽ നിന്നും കുറച്ച് വ്യതിചലിച്ച് ഞാൻ ട്രാവൽ ചെയ്യാൻ ഒരു ധൈര്യം കാണിച്ചു അക്കാലത്ത്. അപ്പൊ ആദ്യത്തെ തന്നെയാണ് ഈ ഒരു ഏഷ്യാനെറ്റിലേക്കുള്ള ഒരു വരവ്. കാരണം ഒരു MSc തൃശ്ശൂരിൽ നിന്നും MSc 3rd റാങ്ക് ഉണ്ടായിരുന്നാണ് അന്ന് യൂണിവേഴ്സിറ്റി പറഞ്ഞത്. പക്ഷെ അതൊന്നും എനിക്ക് പഠിത്തത്തിലേക്കോ ഇതിലേക്കൊന്നും ഒരു എന്താ പറയാ അക്കാഡമിക്കിലേക്ക് പോകാൻ അമ്മയ്ക്ക് ഇൻട്രസ്റ്റ് ആയിരുന്നു. പക്ഷെ എനിക്ക് ഇൻട്രസ്റ്റ് ആയിരുന്നില്ല. അമ്മ പറഞ്ഞു UGC പരീക്ഷ എഴുതുമെന്ന് പറഞ്ഞു. ഞാൻ എഴുതിയ തോൽക്കുന്നത് 100% ഷുവർ ആയിരുന്നു. ഞാനത് നേരത്തെ മുമ്പിൽ പറഞ്ഞതുകൊണ്ട് ഞാൻ എഴുതിയില്ല. പക്ഷെ അതിനുശേഷം ഒരു വലിയൊരു സാറ്റലൈറ്റ് ടെലിവിഷൻ ശൃംഖലയിൽ വന്നിരിക്കുമ്പോൾ വലിയ വലിയ ആൾക്കാരെ, സക്രിയ എന്ന് പറയുന്ന കഥാകൃത്തുകാരൻ, ശശികുമാർ അല്ലെങ്കിൽ TN ഗോപകുമാർ, അങ്ങനെയുള്ള വലിയ വലിയ ആൾക്കാരെ മുമ്പിൽ പോയിട്ടാണ് ഞാൻ ഇന്റർവ്യൂവിന് ഇരിക്കുന്നത്. അപ്പൊ അതിൽ നിന്നും ആദ്യം ഞാൻ കാണുന്ന ഒരു ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ശശികുമാർ അന്ന് ശ്രീ മോഹൻലാലിനെ ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു സീനാണ്. അപ്പൊ ഞാൻ തൊട്ടപ്പുറത്തിരുന്ന് ഇങ്ങനെ എഴുതുകയാണ് നോട്ട്സ്, എവിടെയൊക്കെ എന്തൊക്കെ സംസാരിച്ചു, എവിടെയൊക്കെ കട്ട് ചെയ്യേണ്ടി വരും. സോ ദാറ്റ് വാസ് മൈ ഫസ്റ്റ് ഒരു സെറ്റിൽ എക്സ്പീരിയൻസ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല അന്ന് ശശികുമാറിന്റെ സ്ഥാനത്ത് ഞാനിരുന്ന് മോഹൻലാലിനെ പിന്നെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ഇന്റർവ്യൂ ചെയ്ത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പൊ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ചില അപ്രതീക്ഷിതമായ ചില കാര്യങ്ങൾ വന്നു ഭവിക്കും. അതിലാണ് ഞാൻ. പക്ഷെ എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ
കാര്യങ്ങൾ എന്തെല്ലാം നമ്മുടെ മുന്നിൽ കൂടെ പോവുകയാണെങ്കിലും ഐ ഓൾവേസ് ഫീൽ ദാറ്റ് നമ്മുടെ കയ്യിലിരിക്കുന്ന എക്സ്പെർട്ടീസ്, നമ്മുടെ വായന, നമ്മുടെ കഴിവ്, സംസാരിക്കുന്ന കഴിവ്. അപ്പൊ എന്റെ എന്ന് പറയുന്നത് എനിക്ക് എന്താ പറയാ, കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു എന്റെ ഏറ്റവും വലിയ എന്റെ ബ്രാൻഡ് കോർ ഐഡന്റിറ്റി. അപ്പൊ അതായത് എനിക്ക് വർത്താനം പറഞ്ഞാൽ ഒരാളുടെ വോംത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നും, അല്ലെങ്കിൽ FTQ എന്ന് പറയുന്ന 1000 എപ്പിസോഡിൽ 1000 1500 എത്രയെന്ന് എനിക്കറിയില്ല ഇപ്പോ, പക്ഷെ ഒരാളെ പോലും ഞാൻ കണ്ടിട്ടില്ല, എല്ലാം ഫോണിൽ കൂടെയാണ്. ഒരു ശബ്ദം കൊണ്ട് നമ്മൾ അവരെ ഒരു 5 ക്വസ്റ്റ്യൻസ് ആണ് പത്മകുമാർ സാർ വിളിച്ചിട്ടുണ്ടെങ്കിൽ സാർ കൃത്യമായിട്ട് സ്വർണം കിട്ടിയത്. 5 ചോദ്യങ്ങൾ 5 ശബ്ദങ്ങളിലൂടെ ഞാൻ കമ്മ്യൂണിക്കേറ്റ്. അവർക്ക് എന്നെ കാണാം, അവർക്ക് എന്നെ കണ്ട് ശീലമുണ്ട്, പക്ഷെ എനിക്ക് അവരെ അറിയില്ല. അപ്പൊ അങ്ങനെ ഒരു ശബ്ദം മാത്രം കേന്ദ്രീകരിച്ചുണ്ടാക്കിയ ഒരു ഷോയിൽ കൂടെ നമുക്ക് ഇത്രയും ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റി എന്ന് പറയുന്നത് വലിയ കാര്യമായിരുന്നു. പക്ഷെ അതും ഞാൻ പ്രത്യേകം പറയാം, നിങ്ങൾ എല്ലാവരും പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ അടുത്ത കോർപ്പറേറ്റ് ലൈഫിലേക്ക് പോകുന്നത്. ഞാൻ അതില് സാധാരണ ടെലിവിഷനിൽ കാണുന്ന വേഷവിധാനങ്ങളോ അല്ലെങ്കിൽ മേക്കപ്പോ ഒന്നും ഞാൻ അങ്ങനെ കാര്യമായിട്ട് അതിൽ ചെയ്തിരുന്നില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അതായത് എന്റെ സ്പോൺസർ എന്ന് പറയുന്നത് ജ്വല്ലറി ആയിരുന്നു. പക്ഷേ ഞാൻ ഇങ്ങനെ ഗോൾഡ് ധരിക്കുന്ന ആളല്ല, അതുകൊണ്ട് എനിക്കിത് ധരിക്കാൻ പറ്റും. ഞാൻ ചോദിക്കുന്നത് ക്വിസും പ്രശ്നോത്തരിയാണ്. അതുകൊണ്ട് ആ കാര്യം ആ വഴി കൂടെ പോകുമ്പോൾ നമ്മളിങ്ങനെ വേഷമൊക്കെ കെട്ടി, വേഷം കെട്ടാതെ ഉദ്ദേശിക്കുന്നത് എന്താ പറയുക, ആഭരണങ്ങളൊക്കെ ഇട്ടിരിക്കുമ്പോൾ അത് വല്ലാത്തൊരു അരോചകമായി തോന്നും ഒരു കുട്ടിക്ക് എന്ന് എനിക്ക് തോന്നിയിരുന്നു. അതുകൊണ്ട് അങ്ങനത്തെ ഒരു പരിപാടി ആയിരുന്നില്ല എന്റെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു വേഷത്തിലേക്ക് പോയിട്ടില്ല. ഞാൻ നിങ്ങളോട് പറയുന്നത് ക്യാമറമാന്റെ ഷർട്ട് വരെ ഇട്ടിട്ട് ഞാൻ, ബിക്കോസ് എന്റെ ഡ്രസ്സ് അന്ന് എന്താ കണ്ട് പ്രശ്നം വന്നപ്പോ നല്ലൊരു ഷർട്ട് ആയിരുന്നു എന്റെ ക്യാമറമാൻ, ഒരു ജയൻ ചേട്ടാ ആ ഷർട്ട് കൂടെ തരുന്നോണ്ട് ഞാൻ അത് ടാങ്കർ ചെയ്തിട്ടുണ്ട്. അത്രയും കൂടി നമ്മള് ഈ വളരെ എന്താ പറയാ കാഷ്വൽ ആയിട്ട് പോകുന്നു, അത് കുറച്ചധികം കാഷ്വൽ ആയെന്ന് പറയും എന്റെ അമ്മ. പക്ഷെ അതിൽ നിന്നും പിന്നെ ഞാൻ ചെയ്തൊരു വലിയ കാര്യം എന്താ വെച്ചാൽ ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങി. എനിക്ക് മൾട്ടി ടാസ്കിങ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ ഒരു പോയിന്റ് കൂടി അതാണ്. നിങ്ങൾക്ക് ഒരു ജോലി ഉണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു പാഷൻ ഉണ്ടെങ്കിൽ, എനിക്ക് TV ആങ്കറിങ് പാഷൻ ആയിരുന്നു. അത് കൊണ്ടു നടക്കാൻ നമ്മൾ എപ്പോഴെങ്കിലും സമയം കണ്ടെത്തണം. നമുക്ക് പെൺകുട്ടികൾക്കാണെങ്കിലും ആൺകുട്ടികൾക്കാണെങ്കിലും ഇനി ജോലി, അത് കഴിഞ്ഞാൽ കല്യാണം, അതിനൊരു വീട് വെക്കും, പിന്നെ കുട്ടികളുണ്ടാവും. ഇതിന്റെ ഇടയിൽ കൂടെ നമുക്ക് കുറച്ചെങ്കിലും സമയം നമ്മുടെ ഒപ്പം, നമ്മുടെ പാഷൻ, അത് നമ്മുടെ മീ ടൈം ആണ്. എനിക്ക് സത്യം പറഞ്ഞാൽ മൺഡേ ടു ഫ്രൈഡേ ഞാൻ എന്റെ ഓഫീസ് വർക്ക് ചെയ്തിട്ട് പറയുന്നു 7 മണി കഴിഞ്ഞാൽ എനിക്ക് ഇനി 10 മണി വരെ ജോലിയുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ ഒരു ശനി ഞായർ വരുമ്പോ എനിക്കൊരു ഇന്റർവ്യൂ ആണ് എന്റെ എനർജി. ഓക്കെ, ഒരാളെ കാണുന്നു, ഒരു പുതിയൊരാളോട് സംസാരിക്കുന്നു. ചിലപ്പോൾ നമ്മൾ ആരാധിക്കുന്ന ഒരു മമ്മൂക്കയൊക്കെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ എനിക്ക് 3-4 ദിവസം ഉറക്കം തന്നെ വന്നില്ല. പക്ഷെ ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തിന് ഇന്റർവ്യൂ ചെയ്തത് ഈ കഴിഞ്ഞ കൊല്ലം പുഴു എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യുമ്പോൾ ഒറ്റ കാര്യം, നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു പാഷൻ, നമ്മുടെ ഐഡന്റിറ്റി നമ്മൾ എപ്പോഴും കാത്തു സൂക്ഷിക്കണം. പിന്നെ അടുത്ത റോഡ്ലെസ് ട്രാവൽ എന്നുള്ള പോയിന്റ് ഞാൻ പറയുന്നത്, ഞാൻ എന്റെ മകനെ പ്രസവിച്ച ശേഷമാണ് ഞാൻ പഠിക്കാൻ പുറത്തു പോയത്. എനിക്ക് ചാൻസ് കിട്ടിയത്, ഞാൻ അപ്ലൈ ചെയ്തത് പഠിക്കുന്നതിന് ഞാൻ പ്രഗ്നന്റ് മുമ്പായിരുന്നു. ബാബ ഉണ്ടായ ശേഷമാണ് എനിക്ക് UBC ബ്രിട്ടീഷ് കൊളംബിയയിൽ ഒരു വിസിറ്റിംഗ് സ്കോളർഷിപ്പ് കിട്ടിയപ്പോൾ എന്റെ സപ്പോർട്ട് സിസ്റ്റം, ദാറ്റ് ഈസ് എന്റെ അമ്മയും എന്റെ മദറിലും എന്റെ ഹസ്ബൻഡും ഒക്കെ പറഞ്ഞു പൊക്കോളും കുട്ടി, ഞങ്ങൾ കുട്ടിയെ നോക്കിക്കോളാം. അതൊരു വലിയ തിരിച്ചറിവായിരുന്നു. ഇപ്പൊ നിങ്ങൾ വിമൻ സ്റ്റഡീസിലുള്ള കുട്ടികളാണ്, ഞാൻ ഇതേമാതിരി വിമൻ സ്റ്റഡീസിലാണ് പോയിട്ട് അവിടെ മീഡിയ ഇതിൽ പോയത്. എല്ലാ പെൺകുട്ടികളും പല രാജ്യത്ത് നിന്ന്, കൊളംബിയയിൽ നിന്നുണ്ടായിരുന്നു, വെനസ്വേലയിൽ നിന്നും, മെക്സിക്കോ നിന്നുണ്ടായിരുന്നു, ലണ്ടനിൽ നിന്നുണ്ടായിരുന്നു. എനിക്ക് ഒരു കാര്യം മനസ്സിലായത്, സ്ത്രീകൾക്കെല്ലാം ഒരേ പ്രശ്നങ്ങൾ തന്നെയാണ്, പല രീതികളിലാണ് മാത്രം, പല പെർസ്പെക്ടീവ്സിലാണ് മാത്രം. കൊളംബിയയിലായിരുന്നു കുട്ടിയായിരുന്നു എന്റെ കൂടെ റൂംമേറ്റ്. ആ കുട്ടി സ്ഥിരം മദർ ലോന്റെ ഹെൽത്തിനെ കുറിച്ചും ഫാദർ ലോന്റെ ഹെൽത്തിനെ കുറിച്ചൊക്കെ എപ്പോഴും ഔട്ട് വറീഡ് ആയിരുന്നു. ഞാൻ ആയിരിക്കും ദിസ് ഇസ് ഓൾ സെയിം, നമ്മുടെ മായി തന്നെ കുട്ടികൾ തന്നെയല്ലേ എല്ലാവരും. മേ ബി കൺട്രി കോഡ് മാറുമായിരിക്കും, ചിലപ്പോൾ മുഖം എന്താ പറയാ വെളുത്തോ ഈ ചെമ്പിച്ച മുടിയോ ഒക്കെ ആയിരിക്കും വ്യത്യാസം. പക്ഷെ കോർ കാതലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒന്നായിരുന്നു എനിക്ക് അന്ന് കണ്ടപ്പോൾ മനസ്സിലായി. കുറെ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റും നമ്മുടെ നാടുകളിലെ കാര്യങ്ങൾ. അപ്പൊ ഇതൊക്കെ നമുക്കൊരു വലിയ എക്സ്പീരിയൻസ് ആണ്. പിന്നെയാണ് ഞാനൊരു തിരിച്ചു വന്ന ശേഷം ഞാനൊരു 6 മാസം സെബാറ്റിക്കൽ എടുത്തിട്ട് ഞാൻ ഈ സഞ്ചാരി എന്നുള്ള പരിപാടി ചെയ്തു. അതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ, അത് ഇന്ത്യ വിഷനാണ് അന്ന് എന്നെ ആ പ്രോഗ്രാം ഏൽപ്പിക്കുന്നത്. MT വാസേൻ സാറാണ് എന്റെ ആ സ്ക്രിപ്റ്റ് കാണുന്നത് ആദ്യമായിട്ട്. എന്നിട്ട് അത് എന്റെ ഹസ്ബൻഡ് തന്നെ ഒന്ന് ഷൂട്ട് ചെയ്ത്, ഞങ്ങൾ 2 സെബാറ്റിക്കൽ എടുത്തിട്ട് ചെയ്തൊരു കാര്യം, ഇന്ത്യ ഇഷ്ടപ്പെടുന്ന ഒരേ സ്ഥലങ്ങൾ കണ്ടു. അതിന്റെ ഒരു എക്സ്പീരിയൻസ് പറയുന്നുണ്ടല്ലോ, ഭയങ്കര സംഭവമാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റിലേറ്റ് ചെയ്യുമ്പോൾ നമ്മളൊന്ന് എന്തൊക്കെ ചെയ്താലും പല ആൾക്കാരും കടന്നു പോകുന്ന ചില കാര്യങ്ങൾ നമുക്ക് അത് പിന്നീട് ചില ഇന്റർവ്യൂസിൽ ക്വസ്റ്റ്യൻ ആയിട്ടോ, അതല്ലെങ്കിൽ നമ്മുടെ ജോലി എന്താ പറയുക ഈ നമ്മൾ വർക്ക് ചെയ്യുന്ന പ്രവൃത്തി മേഖലകളിലൊക്കെ അത് ശരിക്കും നമുക്കത് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുണ്ട്. കാരണം പല രീതിയിലുള്ള പല നാട്ടിലെ ആൾക്കാരുടെ കൾച്ചറൽ ഇൻക്ലൂസിവിറ്റി നമ്മളിപ്പോ പറയുന്ന കാര്യം, ഈ ജെൻഡർ ഇൻക്ലൂസിവിറ്റിയും ഇക്വിറ്റി ഇൻക്ലൂസിവിറ്റി ഇപ്പൊ വന്നാലും പക്ഷെ നമ്മൾ അന്ന് നോക്കുമ്പോൾ ഇതൊക്കെ നമ്മുടെ ഒരു വലിയ പഠനത്തിന്റെ കാര്യമാണ്. അപ്പൊ ഇതൊക്കെയായിരുന്നു എന്റെ ലൈഫ്. കാരണം നൗ ഐ എം വർക്കിംഗ്, യെസ് ഞാനൊരു കോർപ്പറേറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. എന്റെ കൂടെ നാടോടുമ്പോ നടുവേ ഓടുക എന്ന് പറയുന്ന മാതിരി ഞാൻ 2016-17 വരെ ഞാൻ TV വന്നിരുന്നു. പിന്നെ
കുറേശ്ശെ ഈ എന്താ പറയുക, എനിക്ക് ഭയങ്കര ട്രാവലിംഗ് ജോലിയായിരുന്നു. അപ്പോഴും ഞാൻ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ മകൻ വലുതാവുന്നു എന്ന് പറഞ്ഞ് ഞാനത് 2015 ബാംഗ്ലൂരിൽ നിന്ന് ഒരു ഹൈ പ്രൊഫൈൽ ജോലി ഞാൻ രാജിവെച്ചിട്ട് ഞാൻ ചെന്നൈയിൽ വന്ന് ഈ ഇപ്പോഴത്തെ കമ്പനിയിൽ കമ്മ്യൂണിക്കേഷൻസ്, ഇതും US ബേസ്ഡ് MNC ഇൻവെസ്റ്റ്മെന്റ് ബാങ്കാണ്. അപ്പൊ എന്താ വെച്ചാൽ മകന്റെ വളർച്ച എനിക്ക് വളരെ അത്യാവശ്യമായിരുന്നു, അവന്റെ കൂടെ ഇരിക്കണം എന്നുള്ളത്. പിന്നെ എന്താ വെച്ചാൽ ടെലിവിഷനിലേക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഈ യാത്രകൾ ഇപ്പോഴും ഉണ്ട്, ഈ ജോലിയിലും യാത്രകളുണ്ട്. നമുക്ക് ഒരിക്കലും പുറത്തേക്ക് പോകാൻ അല്ലെങ്കിൽ ഈ ടെലിവിഷൻ പരിപാടി ചെയ്യാനായിട്ട് എനിക്ക് പറ്റുമായിരുന്നില്ല. പല ആൾക്കാരും നമ്മളാൾക്കാരും മലയാളികളല്ലേ, ഇപ്പൊ TV ഒന്നും കാണാനില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും ഏത് പരിപാടിയിലാണ് ഞാൻ വരണ്ടേ പറയൂ നിങ്ങളോട്. ഞാൻ ഇങ്ങനെയൊക്കെ ആൾക്കാരോട് പറയാറുണ്ട്. പിന്നെയാണ് എനിക്ക് തോന്നിയത് എനിക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇന്റർവ്യൂ ചെയ്യാൻ ഒറ്റ വഴിയുള്ളൂ, യൂട്യൂബ് ചാനൽ. അങ്ങനെയാണ് ഞാൻ FTQ ഫേസ് ദിസ് ക്വസ്റ്റ്യൻ രേഖ എന്ന് പറയുന്ന ചാനൽ 2020 തുടങ്ങുന്നത്. അവിടുന്ന് അങ്ങോട്ട് ഞാൻ പറയാലോ, എന്നേക്കാൾ 20 വയസ്സ് 25 വയസ്സ് പ്രായം കുറഞ്ഞ കുട്ടികൾ. ഇപ്പൊ സാനിയ അയ്യപ്പന് 19 വയസ്സായിട്ടുള്ളൂ. ഞാൻ സത്യം ഇവിടെ വന്ന് എന്റെ മോൻ അവാന്റെ കൂടെ ഇരിക്കുന്ന ഫീലിംഗ് ആയിരുന്നു. കാരണം അവൻ ചെയ്യുന്ന എല്ലാ വികൃതികളും ആ കുട്ടിയും ചെയ്യും, അല്ലെങ്കിൽ അവൻ ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളും ആ കുട്ടി ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ പറയും ചെയ്തു, കുട്ടി ഞാൻ വീട്ടിൽ കൊണ്ടുപോകാൻ പോകുന്നു. ബിക്കോസ് അങ്ങനെയുള്ള ഒരുപാട് ജനറേഷൻ, അപ്പൊ നിങ്ങളൊക്കെ ആ പ്രായക്കാരായിരിക്കും, ജനറേഷണൽ അവയർനെസ് വരും ഇങ്ങനത്തെ പരിപാടികൾ കുട്ടികളെ പരിചയപ്പെടുമ്പോഴും വർത്തമാനം പറയുമ്പോഴും ഒക്കെ. അപ്പൊ അങ്ങനെ ഒരുപാട് എന്താ പറയാ, ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ എന്റെ പാഷൻ കമ്മ്യൂണിക്കേഷനും TV ആങ്കറിംഗ് എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്കിംഗ്, പീപ്പിളോട് സംസാരിക്കുക എന്നുള്ളതും ഞാൻ കൊണ്ടു നിർത്തുന്ന കാതലായ എൻ്റെ ഒരു കോർ പേർപ്പസ് ആണ് ലൈഫിൽ. അതിൽ തന്നെയാണ് എന്റെ ജോലിയും, അതിൽ തന്നെയാണ് എന്റെ ഈ സെലിബ്രിറ്റി സ്റ്റേറ്റസ്, നിങ്ങൾ വിളിക്കുന്ന ഈ സെലിബ്രിറ്റി സ്റ്റേറ്റസും. ഇത് രണ്ടുമാണ് കൊണ്ടു നടക്കുമ്പോൾ നമുക്ക് പ്രശ്നങ്ങളുണ്ടാവും, ഇഷ്ടംമാതിരി പ്രശ്നങ്ങളുണ്ടാവും. ഇറ്റ്സ് നോട്ട് ഈസി ടു മാനേജ് ദിസ്. പക്ഷെ നമ്മൾ നിങ്ങൾ നമ്മൾ ജോലിക്ക് പോകുമ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് പറഞ്ഞ ഒരാളെ മനസ്സിലാക്കേണ്ടത്. രണ്ട് കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയുള്ളൂ എപ്പോഴും. അതായത് ഒരു റൂമിൽ ചെന്ന് നിങ്ങൾ ഒരാളോട് സംസാരിച്ച് നിങ്ങൾ ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ആ റൂമിൽ ഇരിക്കുന്ന ആൾക്കാർ നിങ്ങളെ പറ്റി പറയുന്നതാണ് നിങ്ങളുടെ റെപ്യൂട്ടേഷൻ. നിങ്ങൾ എന്തെല്ലാം, അപ്പൊ അതിന് നമ്മളൊരു 10 സെക്കൻഡ് സമയം കൊടുക്കും. ഞങ്ങൾ TV ആങ്കേഴ്സിന് 10 സെക്കൻഡാണ് പണ്ടത്തെ റിമോട്ട് കൺട്രോൾ, ഇപ്പൊ അത് 3 സെക്കൻഡാണ്. അത് യൂട്യൂബിൽ ക്ലിക്ക് കറക്റ്റ് മാറ്റാൻ ദേ ഹാവ് എ ചാൻസ് ടു. അപ്പൊ ആദ്യത്തെ 5 സെക്കൻഡിനുള്ളിൽ നമുക്ക് ഒരാളെ എങ്ങനെയാണ് ഒരു എന്താ പറയാ, ഒരു ഇംപ്രഷൻ, ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് എ ബെസ്റ്റ് ഇംപ്രഷൻ നമ്മൾ പണ്ട് പഠിച്ചിട്ടില്ലേ, നമ്മൾ ബോർഡിലൊക്കെ എഴുതിയിട്ടില്ലേ. അതിനേക്കാൾ കൂടുതലായിട്ട് നമ്മൾ പറയുന്ന വാക്കുകൾ, നമ്മളുടെ വേ വി പ്രസന്റ് അവർ സെൽസ്, നമ്മുടെ ഒരു സഭാകമ്പമില്ലായ്മ, അതൊന്നും ആദ്യമേ തന്നെ ഉണ്ടാവണം എന്നില്ല, പക്ഷെ ഉണ്ടാക്കണം. ഇതൊക്കെയാണ് എനിക്ക് ശരിക്കും പറയാൻ നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ. കാരണം അത്രയും സ്മാർട്ടാണ് നമ്മുടെ കേരളത്തിലെ കുട്ടികൾ. അപ്പോ അതിന്റെ കൂടെ എങ്ങനെയാണ് ടു ബി സീൻ ആൻഡ് ഹേർഡ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അറ്റ് ദ ടേബിൾ. അതായത് അത് നമ്മുടെ ഒരു വായനാശീലം, നിങ്ങളുടെ എന്ത് പ്രവൃത്തിയിലാണോ അതിലെ വായനാശീലം വളരെ അത്യാവശ്യമാണ്. അപ്പൊ അതിൽ തന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ, നമുക്കൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ അത് കൂടുതൽ നന്നായിരിക്കും. പക്ഷെ അതിനുശേഷം നമുക്ക് ഇറ്റ്സ് എ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഞാൻ പറയണു, ഇപ്പൊ നമ്മള് ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോഴും, നിങ്ങൾ ഇനി ഇപ്പൊ ജേർണലിസ്റ്റ് ആവാൻ പോണ കുട്ടികളാണെങ്കിൽ അവിടെയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എങ്ങനെ പറയണം, ബിക്കോസ് അവിടെയൊക്കെ അവർ ഇരിക്കുന്ന ഒരു താപ്പാനകളായിരിക്കും. അപ്പൊ അവരിൽ മുമ്പിൽ നമുക്ക് എങ്ങനെയാണ് ഈ ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതിന് നമ്മുടെ കൂടെ ഉണ്ടാവേണ്ടത് നമ്മുടെ എക്സ്പെർട്ടീസ്, നമ്മുടെ ഭാഷ, നമ്മുടെ സ്വഭാവം, ഇതൊക്കെ വളരെ അത്യാവശ്യമായിട്ട് നമ്മൾ നോക്കേണ്ട കാര്യങ്ങളാണ്. ഐ തിങ്ക് ഞാൻ ഇത്രയും സംസാരിച്ചു. ഇനി എനിക്ക് ക്വസ്റ്റ്യൻസ് എടുക്കാൻ തോന്നുന്നാലായിരിക്കും എനിക്ക് കൂടുതലായിട്ട് TV ആങ്കറിങ്ങിനെ കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിനെ കുറിച്ചോ എനിക്ക് വേണമെങ്കിൽ സഹായിക്കാൻ പറ്റും. സോ ടീച്ചർ, ഐ റിക്വസ്റ്റ് സ്റ്റുഡൻസ് ടു ആസ്ക് മീ ക്വസ്റ്റ്യൻസ്. രേഖ മാമിനോട് സംവദിക്കാൻ ആഗ്രഹിക്കുന്നവർ ഹാൻഡ് റൈസ് ചെയ്യണേ പ്ലീസ്. Yes, Gokul is here. Hi, ma'am. Hi, Gokul. Hi. So I'm Gokul from 3rd DC English, and Uh-huh. so my question is whether you had to endure any kind of obstruction from your parents' side while working in the media? No. See, that is why എന്റെ ഫാമിലി വളരെ ഓപ്പൺ ആൻഡ് ഫ്രണ്ട്ലി ഫാമിലി ആയിരുന്നു. അതുകൊണ്ട് തന്നെ മൈ മോം വാസ് എ പ്രൊഫസർ. അതുകൊണ്ട് ഐ സ്റ്റഡീഡ് ഇൻ കേരളവർമ്മ കോളേജ്. ഓക്കെ, ഞാൻ നമ്മുടെ കോളേജ് പഠിച്ചില്ലേ, കാരണം എനിക്കൊരു ക്ലാസ് കിട്ടിയത് വീടെത്തുമ്പോഴേക്കും നാട്ടുകാർ അറിയും. അതുകൊണ്ട് I was definitely going to, I was always studying in another college, but Amma's overview was always there, but she was very friendly with me. My Achanam never had any problem. Obstructions ain't right, because this is the thing, maybe it will be very funny for you. MSc കഴിഞ്ഞ് നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ there are 2 questions for a woman in those times. ജോലിയൊന്നും ആയില്ലേ? I hope you understand Malayalam, right? ജോലിയൊന്നും ആയില്ല അല്ലേ? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ, നമ്മളെ കള്ളം കേഞ്ചി വിട്ടൂടെ?
ഈ 2 ക്വസ്റ്റിനും ഞാൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി ഇറങ്ങി ഓടുകയായിരുന്നു. അപ്പോഴാണ് സാറ്റലൈറ്റ് ടെലിവിഷൻ ഏഷ്യാനെറ്റ് വരുന്നതും ആൻഡ് ദെൻ റെസ്റ്റ് ഇസ് ഹിസ്റ്ററി. പക്ഷെ ഐ നെവർ ഹാഡ് എനിത്തിങ് ഒരു എന്താ പറയാ ഒരു ഒബ്സ്ട്രക്ഷൻ ഞാൻ എന്ത് ചെയ്യണം. സെയിം ഫോർ മൈ സൺ ഓൾസോ. ഹി ടോൾഡ് മീ ദാറ്റ് ഹി വാണ്ട് ടു ബിക്കം എ ഫിലിം മേക്കർ അറ്റ് ദ ഏജ് ഓഫ് 6. എനിക്ക് സിനിമ ഡയറക്ടർ ആയാൽ മതി, സമാധാനം, ആക്ടിങ് ഹെൽപ്പ് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഉപകാരം, അല്ലെങ്കിൽ അതിനു വേണ്ടി ഞാൻ നടന്നത്. പക്ഷെ 6ാം ക്ലാസ് പഠിക്കുമ്പോൾ ഞാൻ നോക്കിയത് ഹി വാസ് കണ്ടിന്യൂസ്ലി ടോക്കിംഗ് അബൌട്ട് മൂവീസ്. നമ്മുടെ വീട്ടിൽ ഫിലിം കോൺവെർസേഷൻസ് ഉണ്ടാവും, ബിക്കോസ് മൈ ഹസ്ബൻഡ് ഇസ് ഫ്രം ഫിലിമി ഫാമിലി ആയതുകൊണ്ടും, പിന്നെ അജിത്ത് ഏഷ്യാനെറ്റിൽ വർക്ക് ചെയ്തതും, പിന്നെ ഹീസ് റൈറ്റ് നൗ ഇൻ ജേർണലിസം അക്കാഡമിക്കില്. അപ്പോ ഈ സംഭാഷണങ്ങൾ ഉണ്ടാവും. പക്ഷെ he decided and then I never stopped. I said വേണ്ട, അവന് ഇഷ്ടമുള്ളത് പൊക്കോട്ടെ. We both decided. So that is what I thought. Parenting also helps you in becoming more and more independent, to be more open to your parents. Okay. There's a already ഇത്രയും കാലത്തിനിടയിൽ ഈ ഒരു ക്വസ്റ്റ്യൻ എന്നോട് ആദ്യമായിട്ടാണ് ചോദിച്ചിരിക്കണേ. ഇതുവരെ എന്തിനോട് ചോദിച്ചിട്ടില്ല ഈ ക്വസ്റ്റ്യൻ. ഇറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ ആക്ച്വലി. Thank you. നമസ്കാരം മാം. യെസ്, പറയൂ നന്ദന. നന്ദരാജ് നായർ, ഫസ്റ്റ് ഇയർ MA എന്നാണ്. മാം, എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മൾ പൊതുവെ കേൾക്കുന്ന ഒന്നാണ് മലയാളം ഇൻഡസ്ട്രി അല്ലെങ്കിൽ മാസ് മീഡിയ ഫീൽഡ് എന്ന് പറയുന്നത് അധികം വിമൻ ഫ്രണ്ട്ലി അല്ല എന്ന്. അപ്പം ഈ ഒരു കാരണത്താൽ തന്നെ കഴിവുണ്ടെങ്കിൽ കൂടി തന്റെ കഴിവ് പ്രദർശിപ്പിക്കാതെ മടിച്ചു നിൽക്കുന്ന അല്ലെങ്കിൽ ഭയന്ന് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം മാം ആദ്യം പറഞ്ഞു മാമിന്റെ ഇൻഡിവിജ്വാലിറ്റിയുടെ ഭാഗമായിട്ടാണ് മാം ഈ ഒരു ഫീൽഡ് ചൂസ് ചെയ്തത്. അപ്പോൾ ഒരു സക്സസ്ഫുൾ മീഡിയ പേഴ്സണാലിറ്റി എന്ന നിലയിൽ മാമിന് അങ്ങനെ മടിച്ചു നിൽക്കുന്നവരുടെ അല്ലെങ്കിൽ ഭയന്ന് നിൽക്കുന്നവരുടെ എന്താണ് പറയാനുള്ളത്? ഇങ്ങനെ ഭയക്കുന്ന പോലെ എന്തെങ്കിലും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ? എടോ, നമ്മൾ ഒറ്റയ്ക്ക് ബസ്സിൽ ട്രാവൽ ചെയ്യുമ്പോ പേടിക്കില്ലേ? അതിന്റെ അത്രയൊന്നും ഇല്ല ഒരു മീഡിയ രംഗത്ത് നിന്നാണ് എനിക്ക് തോന്നാറ്. ഐ എം ജസ്റ്റ് മേക്കിംഗ് ഇറ്റ് വെരി ലൈറ്റ്. പക്ഷെ ഒരു കാര്യമുണ്ട്, മടിച്ചു നിൽക്കാന്ന് പറയുന്നത് നമ്മുടെ ഈ കേൾവികളാണ്. ഓക്കെ, എന്നോട് എപ്പോഴും പറയും സെയിം തിങ്, ഫിലിം ഇൻഡസ്ട്രിയിൽ അഭിനയിക്കാൻ പോണ കുട്ടികളെടുത്തും സേഫ് അല്ല എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെയൊന്നും അല്ല, ഇതെല്ലാം നമ്മുടെ കയ്യിലാണ്. അപ്പൊ ഞാൻ ഇപ്പോഴും അതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ ധൈര്യം വരാൻ കാരണം എന്റെ കൂടെ എന്റെ കൈ പിടിച്ച ഒരുപാട് സ്ട്രോങ് ആയിട്ടുള്ള മീഡിയ പ്രൊഫഷണൽസ് ആയിരുന്നു. ഫോർ എക്സാമ്പിൾ ബീന പോൾ വേണുഗോപാൽ, ദ ഫസ്റ്റ് വുമൺ എഡിറ്റർ, മോഹൻ കുമാർ, രാജീവ് വിജയരാഘവൻ, KG ജയൻ, ഹരികുമാർ, ഇവരൊക്കെ തന്നെ എന്റെ കൂടെ സെൻട്രൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ വർക്ക് ചെയ്ത ആൾക്കാരായിരുന്നു. സോ ചിലപ്പോൾ രാത്രികളിലൊക്കെ ലേറ്റ് ആവേണ്ടി വരും. പക്ഷെ ഞാൻ എന്താ വെച്ചെങ്കിൽ ഞാൻ ആ ഫീൽഡ് ആയതുകൊണ്ടും ഏറ്റവും പ്രശ്നം നമ്മൾ പെൺകുട്ടികൾക്ക് 6 മണിക്ക് നമ്മള് എന്താ പറയാ വീട്ടിൽ എത്ര നേരം അച്ഛനമ്മയും പറഞ്ഞ് മനസ്സിലാക്കാം. ഹോസ്റ്റലിൽ 6 മണിക്കുള്ള ഹോസ്റ്റലിൽ കയറണം എന്ന് പറയുന്നത് റൂൾ ഉള്ളപ്പോൾ ഇപ്പൊ അതൊക്കെ കുറെ മാറിയുണ്ട് കേട്ടോ. പല പ്രാവശ്യം ഉണ്ടല്ലേ സത്യം ഞാൻ പറഞ്ഞില്ലേ 6 മണിക്ക് എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും ആൺകുട്ടിയായിട്ട് ജനിച്ചെങ്കിൽ 6 മണി എന്നുള്ള പ്രശ്നമില്ലല്ലോ എന്ന് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. പക്ഷേ ഞാനത് എങ്ങനെ ചെയ്ത ഐ ഫൗണ്ട് സർട്ടൻ പീപ്പിൾ ഹു കുഡ് സപ്പോർട്ട് മീ. ഇപ്പൊ ട്രിവാൻഡ്രത്തായിരുന്ന സമയത്ത് എനിക്ക് മോണിറ്ററിംഗ് രാത്രി 11 മണി വരെയായിരുന്നു. തിരിച്ചു പോയി കഴിഞ്ഞാൽ എന്നെ ഹോസ്റ്റലിലേക്ക് കയറ്റില്ല. സോ ഞാൻ എന്താ വെച്ചാൽ അച്ഛന്റെ ഫ്രണ്ട് സാക്ഷാൽ ലളിതാംബിക അന്തർജനത്തിന്റെ മകൻ ശ്രീ N മോഹനന്റെ വീടായിരുന്നു എന്റെ വേറെ താവളം. എന്നിട്ട് ഞാൻ പറയും എനിക്ക് ഇനി ഹോസ്റ്റലിലേക്ക് പോകണം. അങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പും അങ്ങനെയുള്ള പോസിറ്റീവായിട്ടുള്ള ആൾക്കാരെ നമ്മൾ കൂടെ വരുമ്പോൾ കുറെ മനസ്സിലാക്കാനുള്ള ശ്രമം നടത്തും. ബിക്കോസ് ഇപ്പൊ കോർപ്പറേറ്റിൽ ഞാൻ എന്നും 6 മണിക്കൊന്നും ജോലി കഴിഞ്ഞ് വരില്ല. സംടൈംസ് ഐ മേ ഹാവ് കോൾ, സംടൈംസ് വൈകുന്നേരം പാർട്ടി ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒഫീഷ്യൽ ഡിന്നർ ഉണ്ടാവും. ആ സമയത്ത് നമ്മൾ തിരിച്ച് ലേറ്റ് ആയിട്ട് വരുമ്പോൾ ഇറ്റ്സ് ഓക്കെ. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ഈ മടിച്ചു നിൽക്കുന്ന കുട്ടികൾക്ക് എന്ന് പറയുന്നത് പറഞ്ഞ് മനസ്സിലാക്കാനും അതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു ഇത് കാണാനും എല്ലാത്തിലും ഉണ്ടാവും. നിങ്ങൾ ഇപ്പൊ IT വർക്ക് ചെയ്തോളൂ, നിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റ് ഡെലിവറി ഉണ്ടെങ്കിൽ ശനി ഞായർ തിങ്കൾ ചൊവ്വ ഒക്കെ വർക്ക് ചെയ്യേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് എല്ലാത്തിനും നമ്മുടെ കയ്യിലൊരു ഇതുണ്ടെങ്കിൽ അതിന് പേടിക്കേണ്ട ആവശ്യമില്ല. ആൻഡ് ദെൻ നിങ്ങളുടെ കൺവിക്ഷൻ എനിക്ക് ഇതന്നെ വേണം എന്ന് പറയുമ്പോൾ അതൊക്കെ അതിജീവിക്കാനുള്ള ആ ധൈര്യം അപ്പൊ നമുക്ക് വരും. അങ്ങനെയാണ് എനിക്ക് വന്നത് കേട്ടോ. ഞാൻ പോസിറ്റീവായിട്ടുള്ള കുറെ ആൾക്കാർ എന്നെ കൈ പിടിക്കാനായിരുന്നു. അതാണ് എന്റെ രണ്ടാമത്തെ പോയിന്റ്. എൻഷുർ യു ആർ വിത്ത് പോസിറ്റീവ് വൈബിൾ ആൾക്കാരുടെ കൂടെ സംസാരിക്കാൻ. നിങ്ങൾ മീഡിയയിലേക്കാണ് പോണെച്ചാൽ അവിടുത്തെ ആൾക്കാരോട് നെഗറ്റിവിറ്റി എല്ലാ ഇൻഡസ്ട്രിയിലും ഉണ്ട്, നോട്ട് ഓൺലി ഇൻ മീഡിയ. അതുകൊണ്ട് തന്നെ അതിനെ കുറിച്ച് കൂടുതൽ വിശകലനം ചെയ്ത് പിന്നെ അവനവന്റെ ഒരു അലേർട്ട്നെസ് വേണം. സ്വയം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും യു ഹാവ് ടു ബി അലേർട്ട് അബൌട്ട് യുവർ സെൽഫ്. അത് വളരെ അത്യാവശ്യം. താങ്ക് യു മാം. അടുത്താരാ? Good evening, ma'am. I am Anjali from first MA English. മാം, എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മളുടേത് ഒരു ഹൈലി പേട്രിയാർക്കൽ സൊസൈറ്റി അല്ലേ? അല്ലെങ്കിൽ ഇക്കാലത്തിലെ ഫെമിനിസത്തെ കുറിച്ചും വുമൺ പ്രോഗ്രസീവ് ആകേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചുമൊക്കെ അധികമായി ഡിസ്കസ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത്. മാം കരിയർ സ്റ്റാർട്ട് ചെയ്ത ടൈം എന്ന് പറയുന്നത് കുറച്ചുകൂടെ
അത് ചർച്ച ചെയ്യപ്പെടാത്ത സമയമായിരുന്നല്ലോ. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും എക്സ്പീരിയൻസ് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാം അത് ഏത് രീതിയിലായിരുന്നു റിയാക്ട് ചെയ്തിരുന്നത്? ദാറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ അഞ്ജലി. എന്താ വെച്ചാല് ഞാൻ ഒന്നാമത്തെ ഒറ്റ മകളാ വീട്ടില്. സോ അത് തന്നെ എനിക്ക് ഒരു ആൺകുട്ടികളുടെ മാതിരി ഞാൻ വളർന്നിട്ടുണ്ട്. ഈ ടോംബോയിഷ് ആണ് എന്റെ ഒരു സ്വഭാവം തന്നെ. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു സ്ത്രീയാണ്, മടിച്ചു നിൽക്കണം, പേടിക്കണം, അങ്ങനത്തെ ഉള്ള കോമന്റ്സ് ഒന്നും എന്റെ വീട്ടിൽ നിന്നോ, ബിക്കോസ് എന്റെ വീട്ടിലും വളരെ സ്ട്രോങ് ആയിട്ടുള്ള മേട്രിയാക്കൽ സിസ്റ്റം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞുതരാം, എന്റെ അച്ഛന്റെ അമ്മ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലേഡി ആയിരുന്നു. ഞാൻ അവരുടെ കൂടെയാണ് വളർന്നത്. എന്റെ അമ്മ പ്രൊഫസറാണ്. അമ്മ പിന്നെ അതുമാതിരി HOD ആയിരുന്നു ബോട്ടണി ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ അങ്ങനെയുള്ള അവിടുന്ന് എന്റെ ചുറ്റുമുള്ള ആൾക്കാർ എന്നെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്ത്രീകൾ. അതാണ് ഞാൻ എപ്പോഴും പറയും, നമ്മളെപ്പോഴും നിങ്ങളുടെ റോൾ മോഡൽ ആരോഗ്യം എല്ലാവരും പറയും ആനി ബെസന്റ്, അല്ലെങ്കിൽ ഒരുപാട് നമ്മൾക്ക് പേപ്പറിൽ മാത്രം കണ്ടെക്കണം പേരുകളാണ് പറയുക. എനിക്ക് എപ്പോഴും പേര് പറയാം എന്റെ അച്ഛമ്മ അല്ലെങ്കിൽ എന്റെ അമ്മ. നിങ്ങൾക്കൊക്കെ അങ്ങനെ ആയിരിക്കും. കാരണം അവർ കഷ്ടപ്പെടുന്ന രീതിയിൽ അവർ നമ്മളെ അറിയിക്കാതെ ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്ക് എന്താ പറയുക ഇപ്പോഴായിരിക്കും മനസ്സിലാവും, അന്ന് അങ്ങനെ അമ്മ ചെയ്തിട്ടുണ്ടാവും. സോ എന്റെ അഭിപ്രായത്തിൽ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ല. പിന്നെ ഞാൻ MSc ഞാൻ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്. MSc ഞാൻ പഠിച്ചത് ബോയ്സ് കോളേജിലാണ്. 3000 ആൺകുട്ടികളും 3 പെൺകുട്ടികളോ 5 പെൺപിള്ളേരോ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെയും ഞങ്ങൾക്ക് വലിയ ഇമ്പോർട്ടൻസ് ആയിരുന്നു. പിന്നെ ഞാൻ ഏഷ്യാനെറ്റിൽ പോകുന്നു, 53 ആണുങ്ങളും 4 പെൺകുട്ടികളും. പിന്നെ എന്റെ ഇപ്പോഴത്തെ ഈ ഒരു ടെലിവിഷൻസിൽ ഒരു ഇന്റർവ്യൂ ഞാൻ മാത്രം ഒരു ആങ്കർ ചെയ്യുമ്പോൾ മിക്കവാറും ആൾക്കാര് ഈവൻ ഇൻക്ലൂഡിങ് മേക്കപ്പ് മാൻ അന്നൊക്കെ പുരുഷന്മാരായിരുന്നു. പക്ഷെ എനിക്ക് അതൊരു പുരുഷനാണ് സ്ത്രീയാണെന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ബിക്കോസ് എന്റെ പെരുമാറ്റം അങ്ങനെയായിരുന്നു. എനിക്ക് അങ്ങനെ ഒരു പിന്നെ വെച്ചെങ്കിൽ എന്റെ അടുത്ത് നിന്ന് കളിച്ചാൽ തിരിച്ചു കിട്ടുന്നത് അറിയാം. അതുകൊണ്ട് ഞാൻ എന്റെ എന്താ പറയാ ഈ ഉരുളയ്ക്ക് ഉപ്പേരിയുള്ള തൃശ്ശൂർക്കാരുടെ ചില വാചകങ്ങളും ഒക്കെ ഞങ്ങളോട് ഉള്ളത് കൊണ്ട് അങ്ങനെയൊന്നും. പക്ഷെ എന്റെ എല്ലാവരും ഫ്രണ്ട്സ് ആയിരുന്നു. ഐ നെവർ ഹാഡ് ദാറ്റ് കൈൻഡ് ഓഫ് തിങ്. പക്ഷെ ഉണ്ടാകാം. അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ സ്വയം അലേർട്ട് നമ്മളെ കണ്ടക്ട് ചെയ്യണം എന്നുള്ളത് അത് നമ്മൾ വളരെ അത്യാവശ്യമാണ്. അത് നിങ്ങൾ മക്കളായി അല്ലെങ്കിൽ കുട്ടികളായി വർക്ക് ചെയ്യുന്ന സമയത്തും നിങ്ങളുടെ ചുറ്റും നിങ്ങളുടെ ഒരു ഓറ ഉണ്ടല്ലോ, അത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. നിങ്ങൾ വളരെ വൾണറബിൾ ആയിട്ട് വളരെ മുമ്പിൽ നിന്ന് പോകരുത്. ആണായാലും പെണ്ണായാലും ഈ പെട്ടെന്ന് വിഷമം വരുമ്പോൾ അത് ഇമോഷണൽ സെറ്റ് ബാക്ക് കാണിക്കരുത്. ഞാൻ അതൊക്കെ വളരെ കൺട്രോൾ ചെയ്ത് ചിലപ്പോൾ ബാത്റൂമിൽ പോയാലൊക്കെ കരയാറുണ്ട്. അതൊന്നും ഇല്ലാന്ന് പറയും. അല്ലെങ്കിൽ വീട്ടിൽ അമ്മയെ വിളിച്ച് കരയും, അജിത്തിനോട് വിളിച്ച് വർത്താനം പറയും. പക്ഷെ ആ സമയത്ത് വളരെ ടെലിവിഷൻ ആങ്കറിംഗ് ഇസ് നോട്ട് ഈസി. അങ്ങനെ സമയത്ത് ലൈവായിട്ട് വരുന്ന സമയത്തുള്ള കമന്റുകൾ അതൊക്കെ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ദ ഗെയിം. പിന്നെ വെച്ചെങ്കിൽ നമ്മുടെ ഒരാള് നമ്മൾ ചീത്ത പറഞ്ഞാൽ അത് നമ്മൾ അങ്ങനെയല്ല, അത് അയാളുടെ പെർസെപ്ഷനാണ്. അത് നമുക്കൊന്നും മാറ്റാൻ പറ്റില്ല. നോട്ട് എവരിബഡി കംസ് വിത്ത് ഗുഡ് ടേസ്റ്റ് എന്ന് പറയുന്നത് അങ്ങനെ എടുക്കാവുന്ന കാര്യമുള്ളൂ അഞ്ജലി. പക്ഷെ അന്നത്തെ കാലത്ത് ഞാനത് ചെയ്തത് എന്തുകൊണ്ടാ വെച്ചാൽ ബിക്കേം വൺ അമംഗ് ദം ആൻഡ് ഐ വാസ് അബ്സല്യൂട്ട്ലി എന്താ പറയാ ഒരു ആണ് പെണ്ണ് എന്നൊരു വകഭേദം ഇല്ലാതെ, അതായത് ഐ വാസ് ബേസിക്കലി ടോക്കിംഗ് ലൈക്ക് എ ഹ്യൂമൻ ബീങ്. എന്റെ ജെൻഡർ എനിക്ക് മാറ്റി വന്നിട്ടില്ല. Thank you, ma'am. It was very motivating. ഹലോ മാം. മാം ഓഡിബിൾ ആണോ? യെസ്, ഞാൻ കേൾക്കാം. മാം എൻ്റെ പേര് രാമോ. ഞാൻ സെക്കൻഡ് ഇയർ PG സ്റ്റുഡൻ്റ് ആണ്, ഇംഗ്ലീഷ്, MA ഇംഗ്ലീഷ്. സോ മിസ് മാം ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് യു ആർ വൺ ഓഫ് മൈ ഫേവറേറ്റ് ഇന്റർവ്യൂസ് ഔട്ട് ദെയർ. ഞാൻ ഒത്തിരി ഇന്റർവ്യൂസ് യൂട്യൂബിൽ മാമിന്റെ കണ്ടിട്ടുണ്ട്. ഈ ഇടയ്ക്ക് ഫ്ലവേഴ്സ് ഒരു കോടി വന്നപ്പോഴാണെങ്കിൽ ഞാനും എൻ്റെ അമ്മയും കൂടെ ഒരുമിച്ചിരുന്നാണ് അത് കണ്ടത്. അപ്പൊ അമ്മ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, അതായത് 90s മാമിന്റെ ടെലിക്വിസിനെ കുറിച്ചൊക്കെ അതിന്റെ പോപ്പുലാരിറ്റിയെ കുറിച്ചൊക്കെ അമ്മ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറയുന്നുണ്ടായിരുന്നു. അമ്മ കാണുമായിരുന്നു, നല്ലൊരു പോപ്പുലർ ഷോ ആയിരുന്നു അന്ന്, എല്ലാവരിലേക്കും റീച്ച് ചെയ്യാനോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എൻ്റെ അടുത്ത് അമ്മയും ഞാനും കൂടി ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഫ്ലവേഴ്സ് ഒരുപാട് കാര്യങ്ങൾ മാമിന്റെ തന്നെ കേട്ടു. കാരണം ഞങ്ങൾ രണ്ടുപേരും അത് ഫുൾ ഇരുന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ മാമിന്റെ അനുഭവങ്ങളെല്ലാം അതിൽ കൂടെ പറഞ്ഞത് കേട്ടായിരുന്നു. തിലകൻ സാറുമായിട്ടൊക്കെ ഉള്ള ഒരു ഇന്റർവ്യൂ, മാമിന്റെ ആ ഒരു പോർഷനൊക്കെ ഞാൻ വളരെയധികം എൻജോയ് ചെയ്ത് അതിൽ നിന്ന് ഒരുപാട് പഠിക്കാനും ഉണ്ടായിരുന്നു. മാം എനിക്ക് ചോദിക്കാനുള്ളത്, മാം ഒരുപാട് സെലിബ്രിറ്റീസിനെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എല്ലാ മേ ബി പല മൂവി ഇൻഡസ്ട്രീസിലും, ഫോർ എക്സാമ്പിൾ ബോളിവുഡ്, നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രി എക്സെട്ര. മാം ഇന്റർവ്യൂ ചെയ്ത് കഴിഞ്ഞ് മാമിന്റെ മനസ്സ് നിറച്ച്, അതായത് മാമിനും ഒരുപാട് പഠിക്കാൻ പറ്റി, എന്നാലും ആ ഒരു ഇന്ററാക്ഷന് ശേഷം മാമിന്റെ മനസ്സ് നിറച്ച ഒരു ഇന്റർവ്യൂ അത് ആരെ ഇന്റർവ്യൂ ചെയ്തിട്ടായിരുന്നു? പിന്നെ ഒരു മോശം അനുഭവം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് പറയാമോ? 2 ചോദ്യം ഉണ്ട് ആക്ച്വലി. മനസ്സ് നിറച്ചത് നാഷണൽ അവാർഡ് 9 വാങ്ങിച്ച സാക്ഷാൽ എഡിറ്റർ ശ്രീകർ പ്രസാദ്, PS1 അതല്ലെങ്കിൽ RRR അല്ലെങ്കിൽ എന്താ പറയാ മിക്കവാറും എല്ലാ സൂപ്പർ ഹിറ്റ് ബാഹുബലി ഇങ്ങനത്തെ സിനിമകളുടെ എഡിറ്ററായ ശ്രീകർ പ്രസാദ്, അദ്ദേഹത്തിന്റെ ഹ്യൂമിലിറ്റി, എന്റെ ദൈവമേ, അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് ഞാൻ ഇന്റർവ്യൂ ചെയ്യുന്നത്. തമാശ എന്താണെന്നറിയോ, അങ്ങേർക്കുള്ള അനുഭവം എന്നൊക്കെ പറയുന്നത്
ഈ എന്താ പറയാ മണിരത്നം അങ്ങനത്തെ വലിയ വലിയ ആൾക്കാർ ഇങ്ങനെ വീട്ടിലാണ് വന്ന് എഡിറ്റ് ചെയ്യുന്നത് യുനോ. അപ്പൊ അങ്ങനെ ലാസ്റ്റ് ചെയ്ത സിനിമ പോലെ ബർമൂഡ എന്ന് പറയുന്ന നമ്മുടെ ശ്രീ രാജീവ് കുമാറിന്റെ സിനിമയുടെ കാര്യം വരെ അദ്ദേഹം പറഞ്ഞു. അത് ഭയങ്കര എന്നെ മോട്ടിവേറ്റ് ചെയ്ത് അദ്ദേഹത്തിന്റെ ഒരു തരം പ്രോസസ് ഉണ്ട്. അപ്പൊ എഡിറ്റിംഗ് നമുക്ക് അറിയാത്തത് കൊണ്ടും അത് കൂടുതലൊരു മാസ്റ്റർ ക്ലാസ് ആയിരുന്നു. എനിക്ക് എന്റെ ക്യാമറ ക്രൂ മൊത്തം ഇങ്ങനെ ഇരിക്കായിരുന്നു. അവര് ക്യാമറ ഒന്നും അനക്കിയില്ല, ബിക്കോസ് അത്രയ്ക്കും നല്ലൊരു അത് മനസ്സ് നിറച്ച ഒന്നായിരുന്നു. പിന്നെ സാക്ഷാൽ മമ്മൂക്കയുടെ ഇന്റർവ്യൂവിൽ പോകുന്ന സമയത്ത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് നല്ല നല്ല ചോദ്യങ്ങൾ നല്ലോണം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും അദ്ദേഹത്തിന്റെ ഉത്തരങ്ങളിൽ നിന്നും എനിക്ക് വളരെയധികം ആ ഒരു മികവ്, ഓരോ ഉത്തരത്തിന്റെയും അദ്ദേഹത്തിന്റെ ക്ലാരിറ്റിയും പർപ്പസും ഒക്കെ സംസാരിച്ചപ്പോൾ അത് ഭയങ്കരമായിരുന്നു. പിന്നെ മൂന്നാമത് എനിക്ക് ഏറ്റവും ഇഷ്ടമായി എന്ന് ചെയ്ത ഓഫ് കോഴ്സ് തിലകൻ സാർ ഉണ്ടായിരുന്നു, ജഗദീഷ് ശ്രീകുമാറിന്റെ ഇന്റർവ്യൂ തന്നായിരുന്നു, പിന്നെ രഞ്ജി പണിക്കന്റെ ഇന്റർവ്യൂ തന്നായിരുന്നു. അങ്ങനെ കുറെയൊക്കെ മനസ്സിൽ ഇപ്പോഴും വന്നു കിട്ടാം. ഇനിയിപ്പൊ മറന്നു പോകും. ബേബി ഈ അടുത്ത ചെയ്ത സന്തോഷ് കുളുങ്ങര എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഡോക്ടർ മേതിൽ ദേവിക ഡാൻസർ ഞാൻ ഇപ്പൊ ഇന്റർവ്യൂ ചെയ്തു. എനിക്ക് ഡാൻസിന്റെ ABCD അറിഞ്ഞില്ല, പക്ഷെ അവരുടെ ഒരു കോൺവെർസേഷൻ എനിക്ക് കൃത്യമായിട്ടത് മനസ്സിലായി എന്നുള്ളതാണ്, ഗ്രഹിക്കാൻ പറ്റി. അപ്പൊ അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. ഞാൻ പേരുകൾ പറയാൻ മറന്നുപോയിട്ട് അതൊക്കെ ചിലതൊക്കെ എന്റെ മനസ്സിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വരും. പക്ഷേ മോശം അനുഭവം എന്ന് പറയുന്നത് 1 മണിക്ക് വരാന്ന് പറഞ്ഞാൽ 4 മണിക്ക് വരിക. അപ്പൊ നമ്മളിങ്ങനെ കൊച്ചിക്കാരുടെ ഭാഷയിൽ പോസ്റ്റായി അവിടെ കുറച്ച് സമയം നിൽക്കുക, പിന്നെ അതുമാതിരി ചോദ്യങ്ങൾക്ക് ചോദിക്കാതെ ഉത്തരങ്ങൾ പറഞ്ഞ് അങ്ങനത്തെ 2-3 ഒരു സൂപ്പർ സ്റ്റാറിന്റെ ഇന്റർവ്യൂ ഇവിടെയല്ല, കേരളത്തിലല്ല. ഞാൻ ചെന്നപ്പോ അദ്ദേഹത്തിന്റെ ഈ കുറെ ആൾക്കാരുണ്ടാവുമല്ലോ കൂടെ. അപ്പൊ അദ്ദേഹം പറഞ്ഞ പേര് പറയുന്നില്ല കേട്ടോ. അപ്പൊ അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, എല്ലാ ക്യാമറ 3 3 അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് വെച്ചാൽ മതി, ഞാൻ പിന്നെ അശരീരിമായി സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞത് ക്യാമറമാൻ ചോദിച്ചാൽ മതി, ഞാൻ ചെയ്യേണ്ട കാര്യമില്ല എന്നുകൊണ്ട് ഞാൻ അന്ന് ഇന്റർവ്യൂ ചെയ്തില്ല. ഇപ്രാവശ്യം അത് ചെയ്യില്ല. അന്ന് കുറച്ച് ചോരത്തലപ്പ് കൂടെ ഉണ്ടായിരുന്നു, അതുകൊണ്ടായിരിക്കും ചെയ്തിട്ടുണ്ടാവുക ചെയ്യാൻ. പക്ഷെ അതൊരു മോശം അനുഭവമായിട്ട് എനിക്ക് തോന്നി, ബിക്കോസ് എന്റെ ഒരു എക്സ്പീരിയൻസിനെ കണക്കാക്കാതെ അദ്ദേഹത്തിന്റെ ഒരാൾ അങ്ങനെ പറഞ്ഞത്. പിന്നെ അങ്ങനെ മോശം അനുഭവം ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മൾ ഫ്രണ്ട്സ് ആയിട്ട് കാര്യമായിട്ട് എന്തായാലും ആവട്ടെ. ഇപ്പൊ എന്താണെന്നറിയാം, നമുക്ക് നമ്മുടെ കോണ്ടന്റ് കിട്ടണം, അതുകൊണ്ട് നമ്മൾ അങ്ങനെ ആരും മോശമായിട്ടൊന്നും ബിഹേവ് ചെയ്തു. ഇത് അന്ന് മേ ബി അദ്ദേഹത്തിന്റെ ഒരാളുടെ പറ്റിയൊരു പ്രശ്നമാണ്, പക്ഷെ അതല്ലെങ്കിൽ ഇറ്റ് വാസ് ഓൾ ഓക്കെ. താങ്ക് യു മാം, താങ്ക് യു. ഗുഡ് ഈവനിങ് മാം. എൻ്റെ പേര് ആ അഖിൽ. പറയൂ അഖിൽ. കേൾക്കാവോ? കേക്കാം. കുറച്ച് ഉറക്കം പറഞ്ഞോളൂ. ഓക്കെ മാം, ഇപ്പോൾ സോഷ്യൽ മീഡിയകളുടെ ഒക്കെ ഒരു വരവോടുകൂടി ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും ഇപ്പം അവതരണ ശൈലി ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട്. മാമിന്റെ ഒക്കെ ടൈമിലുള്ള ടൈപ്പുള്ള ഇന്റർവ്യൂസ് അല്ല ഇപ്പോൾ വരുന്നത്. ഇപ്പോൾ ഭയങ്കര ക്രിഞ്ചി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ലൈഫിൽ ഇടപെട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കാണാറുള്ളത്. ഇപ്പോൾ കുറെ ഇഷ്യൂസ് ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവർ പെട്ടെന്ന് വൈറലാവുക അല്ലെങ്കിൽ കുറെ വ്യൂസ് കിട്ടുക എന്നൊരു ഒറ്റ ഉദ്ദേശത്തോടു കൂടി മാത്രമായിരിക്കും കാണുന്നത്. അപ്പൊ മാമിനെ പോലുള്ള ടൈമിലുള്ള ക്വാളിറ്റി കണ്ടന്റ് ഇപ്പൊ മിക്ക ഇന്റർവ്യൂസിനും നമുക്ക് കാണാനില്ല. അപ്പൊ അങ്ങനെയുള്ളൊരു ഇപ്പം മിക്ക യങ്സ്റ്റേഴ്സ് ആയിരിക്കും ആ ഇന്റർവ്യൂ ഒക്കെ എടുക്കുന്നത് തന്നെ. കുട്ടി ഒരു 10-20-21 ഏജ് ഒക്കെയുള്ള ടൈപ്പ്. അപ്പൊ അങ്ങനെയുള്ള കമ്മിങ് ജനറേഷനോട് അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള മാഡത്തിന്റെ അഭിപ്രായം എന്തായിരിക്കും? അവരിങ്ങനെ ഇന്റർവ്യൂ എടുക്കുന്നതും ഈ ഒരു ടൈപ്പ് അവര് ഇതിന് പല പ്രഷറും ഉണ്ടാവും പലർക്കും. സസ്റ്റൈനബിലിറ്റി ഒരു വലിയ കാര്യമാണ്. അതായത് നമ്മളൊരു സ്ഥലത്ത് 25 വർഷം നിൽക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനായിട്ട് നമ്മൾ എന്തെങ്കിലും ക്വാളിറ്റി ആയിട്ട് കാണിക്കണം. അപ്പോൾ ഇതൊരു മുന്നോട്ടേക്ക് നമുക്ക് കൊണ്ടുപോകേണ്ട ഒരു കരിയർ ആകുമ്പോൾ കൂടുതലായിട്ടും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സാധനങ്ങളും ചോദ്യം ചോദിക്കുമ്പോഴും എന്റെ അഭിപ്രായം ഓരോ ചാനലിനും ഓരോ സ്പേസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടായിരിക്കും അതിൽ അവർ ചെയ്യുന്നുണ്ടാവുക. എന്റെ കാര്യത്തിൽ ഞാൻ ഒരിക്കലും ഒരാളോടും എന്താ പറയാ ഈ ഒരു കുത്തുന്ന ചോദ്യം ചോദിച്ചു. ഫോർ എക്സാമ്പിൾ ആദ്യമായിട്ട് ഞാൻ തമിഴ് ആക്ടർ സൂര്യ ഇന്റർവ്യൂ ചെയ്തപ്പോ ഇപ്പൊ എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ. ഞാൻ എന്താ പറയാ ഒരു വൈകുന്നേരം ഓഫീസ് കഴിഞ്ഞ് ഓടി ചെന്ന് ഒരു ഹോട്ടലിൽ ഇരുന്ന് ചെയ്തപ്പോ അദ്ദേഹത്തിന്റെ കല്യാണം ആ സെപ്റ്റംബറിൽ 11-ാം തീയതിയാണ്. ഞാൻ ചോദിച്ചില്ല കല്യാണം എന്നാന്ന് ചോദിച്ചില്ല. അപ്പൊ എന്നോട് എല്ലാം എന്താ ചോദിക്കാൻ കല്യാണം, അത് അദ്ദേഹത്തിന് പറയണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞേനെ. അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്പേസിലുള്ള. അപ്പൊ അത് പിറ്റേ ദിവസം എന്റെ കല്യാണം സെപ്റ്റംബർ 10-11 അങ്ങനെ എന്തോ ആയിരുന്നു. ഞാൻ ചോദിച്ചില്ല പ്രത്യേകിച്ച്. എനിക്ക് അറിയാവുന്ന 11-ാം തീയതിയാണ് കല്യാണം. അദ്ദേഹം ഫോണിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു ഈ കാര്യങ്ങളെ പറ്റി. ഐ നെവർ ആസ്ക്ഡ് ഹിം. ആൻഡ് ദെൻ എന്നോട് അദ്ദേഹം തന്നെ പറഞ്ഞു, ഐ അപ്രീഷിയേറ്റ് യു നെവർ ആസ്ക്ഡ് ദാറ്റ് ക്വസ്റ്റ്യൻ ബിക്കോസ് ദാറ്റ് ഈസ് എ വെരി പേഴ്സണൽ സ്പേസ്. അപ്പൊ ഞാൻ നോക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഒരു ആങ്കർ, ഞാൻ പല എന്റെ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാർക്ക് ചോദിക്കും എന്തെങ്കിലും കട്ട് ചെയ്യാനുണ്ടോ എന്ന് ചോദിക്കും. എസ്പെഷ്യലി പീപ്പിൾ ഫ്രം ഔട്ട്സൈഡ്. ബിക്കോസ് എല്ലാവരോടും ചോദിക്കും ഞാൻ എന്തെങ്കിലും കട്ട് ചെയ്യാനുണ്ടോ, ഞാൻ കട്ട് ചെയ്തേക്കാം. ബിക്കോസ് അവരുടെ ഇമേജിനോ അവർ പറയുന്ന വാർത്ത ചിലപ്പോൾ അവരുടെ ഹാപ്പിനെസ് ചിലപ്പോൾ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടാവും. അതൊക്കെ ഞാൻ തീർച്ചയായിട്ടും പറയും. പക്ഷെ ഇപ്പോഴത്തെ ഒരു സ്പേസ് എന്ന് പറയുന്നത് ക്ലിക്ക് ബേറ്റും വ്യൂസും ആയതുകൊണ്ട് ചിലപ്പോൾ ഇതിനൊക്കെ വലിയ ആൾക്കാർക്കും ഇഷ്ടമാണ് അത് കേൾക്കാനും കാണാനും. അതുകൊണ്ട് തന്നെയാണ് ആൾക്കാർ കാണുന്നുണ്ടല്ലോ ഈ ചോദ്യങ്ങൾ ചോദിക്കണേ. അതുകൊണ്ട് താങ്ക് യു.
അടുത്തത് പറയൂ. ആര്യ. I can't hear you. ആര്യ ഓഡിബിൾ അല്ല. ആര്യ ആര്യ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കാമോ മാം? യെസ് പറയൂ. മാം ആര്യ, തേർഡ് ഇയർ BA എക്കണോമിക്സ് സ്റ്റുഡന്റ് ആണ്. മാം ആങ്കർ ആയിട്ടാണല്ലോ മാമിന്റെ കരിയർ തുടങ്ങുന്നത്. അപ്പോ അപ്പോഴത്തെ ഒരു ആങ്കറിംഗ് രീതിയും ഇപ്പോഴത്തെ ആങ്കറിംഗ് രീതിയിൽ തമ്മിൽ നല്ല വ്യത്യാസമുണ്ടല്ലോ. അപ്പം മാമിനെ അത് എങ്ങനെ ബാധിച്ചിട്ടുണ്ട്, പോസിറ്റീവ്ലി നെഗറ്റീവ്ലി? ഞാൻ ഒന്നാമത്തെ കാര്യം ആങ്കറിംഗിലല്ല എന്റെ കരിയർ. എന്റെ കരിയർ എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി ടെലിവിഷൻ ചാനലിൽ വർക്ക് ചെയ്ത് ഒരുപാട് ആങ്കേഴ്സിനെ കാണുന്നുണ്ടായിരുന്നു. ഞാൻ ഈവൻ എന്റെ ശ്രീകണ്ഠൻ സാറിന്റെ നമ്മൾ തമ്മിൽ ഞാൻ തൊട്ടപ്പുറത്ത് നിൽക്കണം ചിലപ്പോൾ, കാരണം ഞാനായിരുന്നു PR പേഴ്സൺ. അപ്പൊ ഇതിന്റെ ചില കാര്യങ്ങൾ എടുത്ത് ഫോട്ടോ എടുത്ത് നേരെ മാതൃഭൂമിക്കും മനോരമയ്ക്കും കേരളമുദിക്കൊക്കെ അയച്ചു കൊടുക്കണം. അതായിരുന്നു എന്റെ ആദ്യത്തെ ജോലി. അപ്പോ അന്നൊക്കെ എനിക്ക് തോന്നിയ കുറച്ച് TN ഗോപകുമാറിന്റെ കണ്ണാടി, ഡയനയുടെ സിനിമാല, ഇതൊക്കെ അന്നത്തെ ഏഷ്യനിലെ പരിപാടികളായിരുന്നു. അപ്പൊ അന്നൊക്കെ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ കൂടുതൽ അന്നും പ്രോഗ്രാംസ് അല്ലേ, വഴികാട്ടി, അതല്ലെങ്കിൽ എന്റെ കേരളം, അങ്ങനത്തെ ഒരുപാട് പരിപാടികൾ ഉണ്ടായിരുന്നു. അതൊന്നും ഇപ്പൊ കാണുന്നില്ല. അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ആ ആങ്കറിംഗിന് വ്യത്യാസമായി ആണ് ഞാൻ ഈ വരമൊഴിയിൽ നിന്ന് വാമൊഴിയിലേക്ക് എത്തിയതാണ് ഞാൻ എന്ന് എനിക്കിപ്പോഴും എല്ലാവരും പറയും. ഇപ്പൊ പത്മകുമാർ പറയും വളരെ കാഷ്വൽ എന്ന് പറയുന്നത്, ഞാൻ ഈ നിങ്ങളോട് ഈ ഇരുന്ന് സംസാരിക്കുന്നതിന് എന്റെ ആങ്കറിങ്ങും എനിക്ക് അവിടെ ചെന്ന് പറഞ്ഞ നമസ്കാരം എന്ന് പറയാൻ എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ അതുകൊണ്ട് ആ ഒരു മാറ്റം എനിക്ക് തോന്നിയിട്ടുണ്ടാവില്ല. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ വളരെ എന്നെക്കാട്ടിലൊക്കെ 100 ഇരട്ടി കോൺഫിഡന്റ് ആണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പൊ ഞാൻ എന്റെ പറ്റി തന്നെ പറയാം, എനിക്കൊരു അവാർഡ് ഷോ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് എനിക്ക് ഉറക്കെ സംസാരിക്കാനും അങ്ങനെ ആൾക്കാരെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. അത് വലിയൊരു കഴിവ് തന്നെയാണ്. അപ്പൊ ഞാൻ എപ്പോഴും രഞ്ജിനി ഹരിദാസ് ആണെങ്കിലും പിന്നെ മറ്റുള്ള കുട്ടികളൊക്കെ തന്നെ ഇപ്പൊ ചെയ്യുന്ന മനോരമയിലും മാതൃഭൂമിയിലും ഒക്കെ ചെയ്യുന്ന കുട്ടികളെ കാണുമ്പോൾ വാവ്. കാരണം വെച്ചെങ്കിൽ അവരുടെ ആ ഒരു എനർജി ഉണ്ടല്ലോ, നമുക്ക് അത്രയും ദൂരത്തേക്ക് ഇത്ര ആൾക്കാരെ, ബിക്കോസ് നമുക്ക് നമ്മൾ ഈ ചട്ടക്കൂടലും ചെയ്തുകൊണ്ടായിരിക്കാം. അപ്പോ അത് വലിയൊരു സംഭവം അത്. അതുകൊണ്ട് എനിക്ക് അതൊരു വലിയൊരു വ്യത്യാസം തോന്നിയിട്ടുണ്ട്. കാരണം പീപ്പിൾ ആർ വെരി കോൺഫിഡന്റ്, യുനോ. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഹാൻഡിൽ ചെയ്യാൻ ഒരു അവാർഡ് ഷോ ഹാൻഡിൽ ചെയ്യാൻ ചില്ലറ കാര്യമില്ല. ഒരാളെ വിളിക്കണം, സ്പോൺസറിന്റെ പേര് പറയണം, ആ കുട്ടിയുടെ ആംഗിൾ ശരിയാവണം, കറക്റ്റ് ആയിട്ടുള്ള അവാർഡ് കൊണ്ടുവരണം, കറക്റ്റ് ആയിട്ടുള്ള ക്യാഷ് പ്രൈസ് കൊണ്ടുവരണം, രണ്ടുപേരെ വിളിക്കണം, അവാർഡ് ചെയ്ത് അവന് കൊടുക്കണം. ഇതൊക്കെ ഭയങ്കര സംഭവമാണ്. അതുകൊണ്ട് ഞാനൊക്കെ അവരെ അതിനൊക്കെ കൈകുപ്പാറുണ്ട്. താങ്ക് യു മാം. മാം, ഗുഡ് ഈവനിങ് മാം. ഐ എം കീർത്തന, ഫസ്റ്റ് ഇയർ BA ഹിന്ദി. മാമിന് സിനിമാ മേഖലയിൽ നിരവധി വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അപ്പം ഈ മേഖലയിലേക്ക് ആദ്യമായി വരുന്ന ഒരാൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാമോ? അതുപോലെ സിനിമ മേഖലയാണോ അതോ TV മേഖലയാണോ? സിനിമ ഇൻഡസ്ട്രി. ഓക്കെ. അതുപോലെ തന്നെ മാമിന് ആരുടെയെങ്കിലൊക്കെ വഴികാട്ടിയാവേണ്ടി വന്നിട്ടുണ്ടോ? ആരുടെയും വഴക്കോ? വഴികാട്ടിയാവേണ്ടി വന്നിട്ടുണ്ടോ? വഴികാട്ടിയാവേണ്ടി വന്നിട്ടുണ്ട്. ഒരു മിനിറ്റ്, ഞാനൊരു ഫോൺ കട്ട് ചെയ്തോട്ടെ. സോറി. ഓക്കെ. വഴികാട്ടി എന്ന് പറയുന്നത്, അതിന് മുമ്പ് ഞാൻ ഇത് പറയാം. അതായത് സിനിമാ മേഖലയിൽ അലേർട്ട് ആവേണ്ട കാര്യങ്ങൾ. അലേർട്ട് എന്ന് പറഞ്ഞാൽ പലതും ഇപ്പൊ എന്താ പറയുക, ഈ സോഷ്യൽ മീഡിയയിൽ പെട്ടെന്ന് നിങ്ങൾ വിശ്വസിക്കാതിരിക്കുക. വാട്സാപ്പ് യൂണിവേഴ്സിറ്റി നിങ്ങളുടെ യൂണിവേഴ്സിറ്റി അല്ല. അതിൽ വരുന്ന കാര്യങ്ങൾ ആദ്യമേ തന്നെ ബിലീവ് ചെയ്യാണ്ടിരിക്കുക. ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം, നമ്മുടെ ആൾക്കാർക്ക് ഒരു പ്രശ്നമുണ്ടെന്ന് വെച്ചെങ്കിൽ ദ പവർ ഓഫ് എന്താ പറയുക, ഈ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്, ഫോമോ. അത് മാത്രമല്ല, ആദ്യമേ തന്നെ ഞാൻ അങ്ങോട്ട് അറിയിക്കണം. കാരണം എനിക്കൊരു ന്യൂസ് കിട്ടി ആദ്യം ഞാൻ തന്നെ ഫോർവേഡ് ചെയ്യണം എന്ന് പറയുന്നത് ഒന്ന് ചിന്തിച്ചിട്ട് ചെയ്യാം. എത്രയോ പ്രാവശ്യം നമ്മുടെ പല സിനിമാ നടന്മാരെ വാട്സാപ്പ് കൊന്നിട്ടുണ്ട്. എന്നിട്ട് അവരുടെ ഫാമിലി മെമ്പേഴ്സ് ഒന്നും ഇല്ല, ഇത് റോങ് ന്യൂസ് ആണ്. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ, ഞാൻ എപ്പോഴും ഒരു ന്യൂസ് വന്നാൽ ആദ്യം നോക്കുക, നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മീഡിയയുടെ വെബ്സൈറ്റിൽ പോയിട്ട് ഗൂഗിൾ അടിച്ച് നോക്കുക ഇതിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത്. അപ്പോ അത് ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് അറിയാം, ഓക്കെ ഫൈൻ, ഇതിൽ കാതലായിട്ടുണ്ട്. കാരണം വാട്സാപ്പിൽ കൂടെ അതല്ലെങ്കിൽ ഓതന്റിക് ആയിട്ടുള്ള ഗ്രൂപ്പ്സിൽ, ഇപ്പൊ ഒരു മലയാളം ഇൻഡസ്ട്രി ഗ്രൂപ്പിലാണെങ്കിൽ അങ്ങനെ വിശ്വസിക്കാം. അതുകൊണ്ട് തന്നെ ഈ ഞാൻ പ്രധാനമായിട്ടും ആൾക്കാരെ കാണുന്നത് വെച്ചാൽ, കാസ്റ്റിംഗ് കോൾ എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ അതിന്റെ ഓതന്റിസിറ്റിയും ക്രെഡിബിലിറ്റിക്ക് പെൺകുട്ടികൾ നോക്കണം, ആൺകുട്ടികളും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇന്ന് ചിലപ്പോൾ പൈസ തട്ടിക്കാനുള്ള പ്ലാൻ ആയിരിക്കാം. സ്ത്രീകൾക്കാകുമ്പോൾ വേറെയും പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ അത് വളരെയധികം സൂക്ഷിക്കണം. കാരണം എത്രയോ ആക്ടേഴ്സ് അവരുടെ
മറ്റേ ഇതിലിട്ടുണ്ട്, ഇൻസ്റ്റയിൽ നമ്മൾ ഇടുന്ന കാണാറുണ്ട്. പിന്നെ നിങ്ങൾക്കൊരു ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ഒരു പ്രാവീണ്യം കാണിക്കണമെങ്കിൽ അതിനൊരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കണം. നിങ്ങളൊരു റൈറ്റർ ആണ്, ഇപ്പൊ ഹിന്ദി ആണെങ്കിൽ ഹിന്ദിയിലുള്ള ചില ബ്ലോഗ്സ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ റൈറ്റേഴ്സ് എക്കണോമിക്സും ഇംഗ്ലീഷും ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഡെവലപ്പ് ചെയ്ത് കോണ്ടന്റ് എഴുതാൻ ആർക്കും ടാക്സ് കൊടുക്കണ്ട. നിങ്ങളുടെ ഐഡന്റിറ്റി നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിൽ കാണണം. നിങ്ങൾ ആരൊക്കെ എൻഗേജ്ഡ് ആവണോ, ആരോടൊക്കെ എൻഗേജ് ആവാൻ ഉദ്ദേശിച്ചത്, ആരോടെല്ലാം സംസാരിക്കുന്നു, ആരോടെല്ലാം എന്താ പറയാ അഭിപ്രായങ്ങൾ കൈമാറുന്നു, അതൊക്കെ ഇത്തിരി സൂക്ഷിക്കണം. കാരണം ഇതൊക്കെ നമുക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഇത് ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു ജോഷ് ടോക്സിൽ പറഞ്ഞ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് നിങ്ങളുടെ ഈ ഒരു പ്രൊഫൈൽ നോക്കും, സോഷ്യൽ പ്രൊഫൈൽ എങ്ങനെയാണെന്നുള്ളത്, നിങ്ങളുടെ കൾച്ചറൽ മാച്ച് ഉണ്ടോ എന്ന് നോക്കും. അതുകൊണ്ട് തന്നെ ഇതാണ് ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ, ഏത് ഇൻഡസ്ട്രിയിലേക്കും, സിനിമ ഇൻഡസ്ട്രി കുറച്ചുകൂടി എന്താ പറയുക ഇതാണ്. പിന്നെ അവനവന്റെ ഐഡന്റിറ്റി കാത്തു സൂക്ഷിക്കുക. അതായത് നമുക്ക് കുറെ പേരുണ്ടോ നമ്മൾ ഉപദേശിക്കാൻ, പക്ഷെ നമുക്ക് ഉപദേശത്തുനിന്ന് 2-3 ആൾക്കാരേക്ക് നമുക്ക് ശരിക്കും ഉപദേശം തരുന്നുണ്ടാവുക. അപ്പൊ അതുകൊണ്ട് അതിന് തന്നെ അതിൽ ഇപ്പൊ എന്റെ അടുത്ത് വന്ന് പലരും ചോദിക്കും, ഞാൻ പറഞ്ഞു കൊടുക്കാൻ ഇന്ന ആൾക്കാരെ വിളിക്കും, സംസാരിക്കും. സോ അങ്ങനെ ഒരു കയ്യെത്ത ദൂരത്തിൽ ഒരാളുണ്ടെങ്കിൽ അവരുടെ ഒരു മെന്റർഷിപ്പ് സ്വീകരിക്കുന്നത് നല്ലതാണ്. പിന്നെ ഞാൻ വഴികാട്ടിയല്ല, പക്ഷെ പലർക്കും എന്താ പറയാ, പലരും നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ ചില സമയത്ത് വാട്ട് ഷുഡ് ഐ ഡു എന്ന് വെക്കും. ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഒരു ആക്ടർ എന്നോട് ചോദിച്ചു, ഫീമെയിൽ ആക്ടർ, എനിക്കൊരു സോഷ്യൽ മീഡിയയിൽ ഒരു സാധനം ചെയ്യണം, ഡു യു തിങ്ക് ഷുഡ് ഐ പുട്ട് ഇറ്റ്? ഞാൻ ഡോണ്ട് പുട്ട് ഇറ്റ് ബിക്കോസ് യു ആർ മച്ച് അബൌട്ട് ദാറ്റ് കോമെന്റ്, ഇറ്റ്സ് ഓക്കെ. അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷെ അവർക്ക് തന്നെ നല്ല സെറ്റ് ഓഫ് ടീം മെമ്പേഴ്സ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇറ്റ്സ് എ വെരി എന്താ പറയാ, ദേ ആർ ഓൾ ഇൻ എ വെരി ഒരു സേഫ് സ്പേസിലാണ്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് കോൺവെർസേഷൻസ് പല പ്രാവശ്യം അവരുടെ നിന്ന് എനിക്കും പഠിക്കാൻ പറ്റാറുണ്ട്, എനിക്ക് അവരുടെ നിന്നും പഠിക്കാൻ പറ്റാറുണ്ട്. അങ്ങനെ കുറെ നല്ല സായാഹ്നങ്ങൾ എനിക്ക് കിട്ടിയിട്ട് പലരുടെയും. താങ്ക് യു മാം. പറയൂ. First of all, it's an absolute pleasure to have you here. And congratulations on making it to 25. And thank you. Because you've been consistent throughout these 25 years. You're always witty all the time. Teacher, ഒട്ടും audible അല്ല എനിക്ക്. And എനിക്ക് തോന്നുന്നു ഒരു ഏതൊരു ഫോമൽ സ്പേസിലേക്കും ഈ ഒരു കാഷ്വൽ സ്റ്റൈൽ കൊണ്ടുവന്ന ഒരു സീത മാം ഓഡിബിൾ അല്ല. ടീച്ചർ ഒട്ടും ഓഡിബിൾ അല്ല. കൺസിസ്റ്റൻസിയെ കുറിച്ചാണ് ടീച്ചർ ചോദിച്ചത്. ക്വസ്റ്റ്യൻ എനിക്ക് മനസ്സിലായില്ല. പിന്നെ സമയപരിമിതി മൂലം ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റിയില്ല, ബിക്കോസ് ഐ നീഡ് ടു ഗോ ബൈ 7. പക്ഷേ യു ക്യാൻ ഓൾവേസ് റീച്ച് ഔട്ട് ടു മീ ഇൻ ഇൻസ്റ്റ. ഐ വിൽ ബി ഏബിൾ ടു ഹാൻഡിൽ ഓൾ ദ ക്വസ്റ്റ്യൻസ്. വേറെ ആരുമല്ല എന്റെ ഇൻസ്റ്റ ഹാൻഡിൽ, ഞാൻ തന്നെയാണ്. സമയം എടുത്താലും ഞാൻ റെസ്പോണ്ട് ചെയ്യും. കേൾക്കാമോ? ഇപ്പൊ കേൾക്കാമോ? യെസ്, പറയൂ ടീച്ചർ. എന്റെ ചോദ്യം, എന്തെങ്കിലും ഒരു സീക്രട്ട് ഇൻഗ്രീഡിയന്റ് ഉണ്ടോ രേഖാ മേനോനെ ഇങ്ങനെ that keeps you going? That was my question. Of course, you said you have question. Two things are there. One is that's okay. My major thing is basically ഞാൻ എന്റെ കോർ ഐഡന്റിറ്റി കളഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതിന്റെ കൂടെ ഞാൻ എപ്പോഴും ഒരു എനർജി, ഒരു പോസിറ്റീവ് എനർജി ഞാൻ എപ്പോഴും കാത്തു. ഇപ്പൊ എല്ലാവരും പറയും ഇതിലേക്ക് ഭയങ്കര എനർജിയാണ്, പക്ഷെ ആ എനർജി എനിക്ക് ഞാൻ ഉണ്ടാകുന്നത് നിങ്ങളോട് സംസാരിക്കുമ്പോഴാണ്. ഞാൻ എന്റെ മകന്റെ ഫ്രണ്ട്സിനോടും മകളോടും സംസാരിച്ച് എന്റെ എനർജി കൂടി. സോ ഐ ലവ് ടു ടോക്ക് ആൻഡ് ഐ കണ്ടിന്യൂ ടോക്കിംഗ്. പിന്നെ ഞാൻ ആർക്കും വേണ്ടി ചേഞ്ച് ചെയ്തിട്ടില്ല ടീച്ചർ. ഞാൻ 20 വയസ്സിൽ എങ്ങനെയായിരുന്നു ഇത് തന്നെയാണ് ഈ പ്രായത്തിലും ഞാൻ ഇങ്ങനെ തന്നെയാണ്. പിന്നെ ടെലിവിഷൻ ആങ്കറിങ് ചെയ്യുമ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതായത് ഞാൻ ഓപ്പോസിറ്റ് ഇരിക്കുന്ന അല്ലെങ്കിൽ എന്റെ പരിപാടി കാണുന്ന ആൾ എന്നേക്കാൾ സ്മാർട്ട് ആണെന്ന് ഞാൻ എപ്പോഴും മനസ്സുകൊണ്ട് വിചാരിക്കും. ബിക്കോസ് എന്റെ ഈ 3 മിനിറ്റ്സ് തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴും
ചില കമന്റുകൾ വരുമ്പോൾ വളരെ പോസിറ്റീവായിട്ട് കമന്റ് ചെയ്യുമ്പോൾ മറുപടി പറയാറുണ്ട്. ബിക്കോസ് അവരെന്നോട് ഇഷ്ടപ്പെട്ടാണ്. എന്റെ ഉച്ചാരണ ശുദ്ധി ശരിയല്ലെങ്കിൽ അത് അവർ കറക്റ്റ് ചെയ്ത് എന്തുകൊണ്ടാ വെച്ചാൽ അവർക്ക് എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ്. അപ്പോൾ എന്നേക്കാൾ സ്മാർട്ടാണ് എന്റെ മുമ്പിലിരിക്കുന്ന ആൾക്കാരെന്ന് എപ്പോഴും വിചാരിച്ചുകൊണ്ടാണ് വിനയം എനിക്ക് എപ്പോഴും ഉണ്ടാവാറുണ്ട്. ബിക്കോസ് ദാറ്റ് മേക്സ് യു ഗോയിങ്. Thank you. Of course, it reflects in your anchoring style and the personality that you are. Thank you. Thank you, teacher. Hello, Please. ma'am. Is there anybody else who? We can take one more question. അത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ മാതിരി please talk to me over Insta. I'll be able to help you. എന്തെങ്കിലും ആവശ്യങ്ങളോ എന്തെങ്കിലും ഇൻസൈറ്റ്സ് വേണമെങ്കിൽ ഐ എം വെരി ഹാപ്പി ടു കണക്ട് വിത്ത് യു ബാക്ക്. പറയൂ ആര്യം. മാം, എന്റെ പേര് സുബി എന്നാണ്. സോറി ടെൽ മീ. മാം ഇപ്പൊ പറഞ്ഞില്ലേ മുന്നിലിരിക്കുന്ന ആൾക്കാരിലോ എപ്പോഴും ഒരു റെസ്പെക്റ്റോടുകൂടിയാണ് കാണുന്നതാണ്. എനിക്കും മാമിനെ പോലെ ആങ്കറിങ് അങ്ങനെയൊക്കെയുള്ള ഫീൽഡിലോട്ട് മുന്നോട്ട് വരാൻ താല്പര്യമുണ്ട്. പക്ഷെ ഇതേപോലെ എന്റെ മുന്നിൽ ഇരിക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ എനിക്ക് പേടിയാണ്. ഞാൻ അവരുടെ അത്രയും പോരാ എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ ആഗ്രഹമുണ്ട്, അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്, ഓവർകം ചെയ്യണമെന്ന്. പക്ഷെ അതങ്ങനെ പറ്റിയിട്ടില്ല. ഈ ചോദ്യം ചോദിച്ചത് തന്നെ വലിയ കാര്യമാണ്. ഈ ചോദ്യം നല്ലതാണെന്ന് സ്വന്തം മനസ്സിൽ തോന്നിയോണ്ടാണല്ലോ എന്നോട് ഈ ചോദ്യം ചോദിച്ചത്. അങ്ങനെ തന്നെ എപ്പോഴും ഞാൻ പറഞ്ഞ വാക്ക് സീൻ ആൻഡ് ഹേർഡ് ഇൻ ദ റൈറ്റ് ടൈം. സംസാരിക്കുമ്പോഴും എല്ലാം തന്നെ നമ്മൾ പോരാ എന്ന് തോന്നുന്നത് നമ്മുടെ കയ്യിൽ നമ്മുടെ കൂടെ നമുക്ക് എന്താണ്. ഇപ്പൊ നിങ്ങൾ നാളെ എക്കണോമിക്സ് പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ അതിനെക്കുറിച്ച് കാതലായി സംസാരിക്കാൻ ഒരാളുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ, ഒരു ഡിബേറ്റിന് പോകുമ്പോൾ, ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ, അതിനാണ് ഞാൻ പറഞ്ഞത് നെറ്റ്വർക്കിംഗ് വളരെ അത്യാവശ്യമാണ് നമ്മുടെ കുട്ടികൾക്ക്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് പലരുടെ ഇൻസ്റ്റാ റീൽസ് കാണുന്നതിന്റെ കൂടെ തന്നെ ലിങ്ക്ഡിനിൽ പോയി അവരവരുടെ നിങ്ങളുടെ ഇഷ്ടമുള്ള നിങ്ങളുടെ പ്രവർത്തന മേഖലയിലെ ആൾക്കാർ എന്താണ് ചെയ്യുന്നത്, അത് ചില ഡേറ്റകൾ സംസാരിക്കും, ചില കോഡ്സ് വർത്താനം പറയും, അത് കോഡ്സ് നിങ്ങളുടെ മനസ്സിൽ വരും. അതൊക്കെ നിങ്ങളുടെ വളരെയധികം ബ്രാൻഡിങ്ങിന് എന്താ പറയുക ഹെൽപ്പ് ചെയ്യും. അപ്പൊ അങ്ങനെ തന്നെ നമ്മളിത് മുന്നോട്ടേക്ക് മടിച്ചു നിൽക്കേണ്ട കാര്യമില്ല. കാരണം ഒരു ചാൻസ് മതി. ഞാൻ അങ്ങനെയാണ് വന്നിട്ട് എനിക്കിങ്ങനെ ഉണ്ടായതൊന്നുമില്ല. ഞാനിങ്ങനെ വർത്താനം പറയുന്ന ഒരു കുട്ടി, അത് പിന്നെ ചെയ്ത് തെറ്റുകളുണ്ട്. ലൈവിലൊക്കെ ഞാൻ കുറെ അബദ്ധങ്ങൾ പറ്റിച്ചിട്ടുണ്ട്. പക്ഷെ മുന്നോട്ടേക്ക് പോകുന്തോറും നമ്മൾ കൂടുതലായിട്ട് അത് നമ്മുടെ പ്രായം നമുക്ക് ഒപ്പം സഹായിക്കും അതിന്റെ മെച്യൂരിറ്റിക്ക്. താങ്ക് യു. Grami, shall we wind up? Okay, ma'am. Thank you so much, Rekha ma'am. ഈ അവസരത്തിൽ കൃതജ്ഞത അറിയിക്കുന്നതിനായി വിമൻ സ്റ്റഡി യൂണിറ്റിന്റെ കോർഡിനേറ്ററും ഡിപ്പാർട്ട്മെന്റ് ഓഫ് മലയാളം അസിസ്റ്റന്റ് പ്രൊഫസറുമായ ഡോക്ടർ അർച്ചന ഹരികുമാർ മാഡത്തെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. ശരിക്കും ഒരുപാട് പോസിറ്റീവ് ചിന്തകള് അവശേഷിപ്പിച്ച ഒരു ക്ലാസ് എന്ന് പറയുന്നതിനേക്കാൾ ഒരു നല്ല സല്ലാപം എന്ന് പറയാനാണ് ഇഷ്ടപ്പെടുന്നത്. കാരണം അതിലാണ് പ്രഭാഷണം, ചർച്ച എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു ഗൗരവം വരും. പക്ഷെ ഇത് വളരെ ലളിതമായി മനസ്സ് തുറന്ന് ഉള്ള ഒരു സംവാദം, അത് നമ്മുടെ കുട്ടികൾക്കും ഞങ്ങൾക്കും ഒക്കെ വലിയ പ്രചോദനമായി. പിന്നെ മറ്റൊരു കാര്യം, ഔപചാരികമല്ലാതെ സംസാരിക്കുകയാണ്. കാരണം ചാനലുകളെ വളരെ ആസ്വാദനത്തിന്റെ തലത്തിൽ കാണാൻ തുടങ്ങിയ കാലഘട്ടത്തില് സത്യസന്ധമായിട്ടാണ് പറയുന്നത്, എന്നെ ഏറെ സ്വാധീനിച്ച, ഞാൻ ഒരുപാട് അനുകരിച്ചിട്ടുണ്ട് മാമിനെ. അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം എനിക്ക് തോന്നുന്നു തൃശ്ശൂർ ഭാഷയുടെ ആ ഒരു സൗന്ദര്യം ആയിരിക്കാം നോൺ സ്റ്റോപ്പ്. അതിന് വളരെ ഒരു എന്താണ്, അതിനൊരു കാവ്യ ഭംഗിയുണ്ട് പലപ്പോഴും. അതുപോലെ പറയാനും അതുപോലെ ചെയ്യാനും ഒക്കെ ഒരുപാട് കണ്ണാടിയുടെ മുന്നിൽ ഒരുപാട് ചെയ്തിട്ടുണ്ട് കുട്ടിക്കാലത്ത്. അതെനിക്ക് മറക്കാനാവാത്ത ഒരു അനുഭവമാണ്. ശരിക്കും അതും ഒരു തരത്തില് സ്വാധീനമാണ്. കാരണം നമുക്ക് ചെറിയതും വലുതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഓരോരുത്തരിൽ നിന്നും പഠിക്കാനുണ്ട്. അപ്പൊ അത്തരത്തില് ഈ വേദിയിൽ എനിക്ക് അങ്ങനെ നന്ദി പറയാൻ ഒരു അവസരം കിട്ടിയപ്പോൾ ഞാനത് തുറന്നു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അത് ശരിക്കും പറഞ്ഞാല് എന്താണ്, അനാഡംബരത്തിന്റെ സൗന്ദര്യം, അല്ലെ അനാഡംബരത്തിനും ഒരു സൗന്ദര്യമുണ്ട്. അതാണ് എനിക്ക് മാമിനെ വിശേഷിപ്പിക്കാൻ പറ്റുന്നത്. കാരണം ഒരുപാട് പുട്ടിയടിച്ച് വലിയ ചമ്മയങ്ങളൊക്കെ ഇട്ട് മാത്രമേ മിനി സ്ക്രീനിൽ അല്ലെങ്കിൽ ടെലിവിഷനിൽ വരുകയുള്ളൂ എന്നുള്ള ഒരു സമവാക്യത്തെയൊക്കെ മാറ്റിമറിച്ച ശരിക്കും ഒരു പൊതുഭാവുകത്വം അത്തരത്തിൽ ആ മേഖലയിൽ കൊണ്ടുവന്നു എന്നുള്ള രീതിയിലാണ് ഞാൻ മാഡത്തെ അംഗീകരിക്കുന്നതും ഇപ്പോഴും അന്നും ഇന്നും
വളരെ ഇഷ്ടപ്പെടുന്ന, നേരത്തെ ഞങ്ങളുടെ ഒരു സ്റ്റുഡന്റ് സൂചിപ്പിച്ച പോലെ മഴവിൽ മനോരമയിൽ ശ്രീധരൻ നായർ സാറിനോടൊപ്പം വന്ന ഷോ അടക്കം നമുക്ക് എല്ലാവർക്കും വളരെ അത് നമുക്ക് കാണാൻ അത്രയും സ്വാധീനം ഉള്ളത് കൊണ്ടാണ് തീർച്ചയായിട്ടും നമ്മളതൊട്ടും സ്കിപ്പ് ചെയ്യാതെ കണ്ടത് എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുന്നു. എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കടമ നന്ദി പറയുക എന്നുള്ളതാണ്. ആദ്യം തന്നെ ഇതിനെല്ലാം കാരണഭൂതനായാലേ നമുക്ക് എല്ലാ സപ്പോർട്ടും തരുന്ന നമ്മുടെ ആദരണീയനായ പ്രിൻസിപ്പൽ ഡോക്ടർ KG പത്മകുമാർ സാറാണ്. സാറിന് ഞങ്ങളുടെ ഇതിന്റെ പേരിൽ WSUവിന്റെ പേരിലുള്ള, അതുപോലെ തന്നെ പന്തളം NSS കോളേജിലെ ഓരോ മെമ്പേഴ്സിന്റെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അടുത്തതായിട്ട് എന്താണ് ഏറ്റവും ചുറുചുറുക്കുള്ള ഒരു കോർഡിനേറ്ററെ നമുക്ക് കിട്ടിയതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അത് പറയാതിരിക്കാൻ പറ്റില്ല. നെറ്റ് വിഷയങ്ങളെയൊക്കെ നെറ്റ് സൃഷ്ടിക്കുന്ന പ്രതിബന്ധങ്ങളെയൊക്കെ തരണം ചെയ്തുകൊണ്ട് ഈ ഇടപെടലുകളെല്ലാം വളരെ സജീവമായി സക്രിയമായി നിലനിർത്തിക്കൊണ്ടു പോകുന്ന സീത ടീച്ചറിനെ ഔപചാരികതയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. അടുത്തതായിട്ട് യോഗത്തിന് സ്വാഗതം പറഞ്ഞ ഹിന്ദി വിഭാഗത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ അമ്പിളി ടീച്ചറാണ്. ടീച്ചറിനോടുള്ള നന്ദി അറിയിക്കുന്നു. അതിനേക്കാൾ ഉപരിയായി ഈ യോഗത്തിന് ഈശ്വര പ്രാർത്ഥനയും ആചാര്യ അനുസ്മരണവും പറഞ്ഞ നമ്മുടെ പ്രിയ ശിഷ്യ വിഷ്ണുപ്രിയയാണ്. വിഷ്ണുപ്രിയയോടുള്ള നന്ദി അറിയിക്കുന്നു. എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് ഈ സ്ത്രീകളുടെ വിഷയങ്ങൾക്ക് ഇന്നും വളരെ പ്രാധാന്യം കൂടിക്കൊണ്ടിരിക്കുന്നു, അനുനിമിഷം പ്രാധാന്യം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ വാചാടോപങ്ങൾക്കും അല്ലെങ്കിൽ കവല പ്രസംഗങ്ങൾക്കും ഒക്കെ അപ്പുറം സ്വന്തം വഴി വെട്ടുന്നവരാണ് പ്രതിഭകൾ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനും. പക്ഷെ നമുക്കൊന്നും അങ്ങനെ സാധിച്ചിട്ടില്ലെങ്കിൽ പോലും അത്തരത്തില് മനസ്സിനിണങ്ങിയ വഴിയിലൂടെ സഞ്ചരിക്കുക എന്നുള്ളത്, അതിന് ഇച്ഛാശക്തി വേണം. ആ ഒരു ഇച്ഛാശക്തി ഞങ്ങൾക്കും ഞങ്ങളുടെ കുട്ടികൾക്കും പകർന്നു തന്ന ഞങ്ങളുടെ മുഖ്യ വിശിഷ്ട അതിഥിക്ക് നന്ദി പറയാൻ വേണ്ടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. പ്രതിബന്ധങ്ങളെ അതിജീവിക്കാനുള്ളതാണ് എന്നുള്ള ഒരു വലിയ സമവാക്യമാണ് എനിക്ക് ഇതിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിച്ചത്. അത് എല്ലാവർക്കും സ്വന്തം ജീവിതത്തിൽ നടപ്പാക്കാൻ സാധിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. അതിന് വഴിയൊരുക്കിയ മാഡത്തിന്റെ ഓരോ വാക്കുകൾക്കും ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അറിയിക്കുന്നു. ഇനിയും എല്ലാ എന്താണ് പുരുഷന്റെയും വിജയത്തിന് പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടെന്ന് പറയുന്ന പോലെ ഞങ്ങളുടെ ഈ സ്ത്രീകളുടെ ഒക്കെ വിജയത്തിന് മുന്നിൽ കരുത്തുറ്റ ഒരു പുരുഷ കരങ്ങളുണ്ട്. അത് മറ്റാരുടേതുമല്ല, ഞങ്ങളുടെ കോളേജിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഏറ്റവും ആദരണീയനായ ഇംഗ്ലീഷ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ രഞ്ജിത്ത് കൃഷ്ണ സാറിന്റെ ആണ്. ഡോക്ടർ രഞ്ജിത്ത് കൃഷ്ണ സാറിനാണ് ഞങ്ങൾക്ക് വേണ്ട സാങ്കേതിക സഹായങ്ങൾ എല്ലാം ചെയ്തു തരുന്നത്. സാറിനോടുള്ള ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. അതുപോലെ അഞ്ജന ടീച്ചർ അടക്കമുള്ള എല്ലാ അധ്യാപകന്മാരും വളരെ ക്ഷമയോടെ വളരെ ആകാംക്ഷയോടെ ഇതിൽ പങ്കെടുത്തു. ചോദ്യങ്ങൾ ചോദിച്ചതിനെ സക്രിയമാക്കി നിലനിർത്തിയ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ എല്ലാവരോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ഇനിയും ഉയരങ്ങളിലേക്ക് പറന്നുയരാൻ ചിറകുകൾ നൽകട്ടെ, ശക്തിയായി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. താങ്ക് യു ടീച്ചർ. താങ്ക് യു. താങ്ക് യു മാം. വെബിനാർ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു.